ആലോചനയുടെ ആരംഭത്തിൽ ജോലിയെ കർത്താവിന്റെ കരം നമുക്ക് അനുകൂലമായി പ്രവർത്തിച്ചു തരാൻ സ്തോത്രം ചെയ്യാം. കുഞ്ഞുങ്ങളുടെ ജോലിയെ കർത്താവ് കൂടുതൽ സഹായിച്ചു. അവർക്ക് ആവശ്യമായ ആരോഗ്യം, വിദ്യാഭ്യാസം, ജോലിയൊക്കെ നൽകി ദൈവം കൃപയും സൂക്ഷിച്ചു തരാൻ സ്തോത്രം ചെയ്യാം. അവർക്ക് വിവാഹം ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് മാതാപിതാക്കൾ സഹോദരങ്ങളെല്ലാം ചേർന്ന് വിവാഹം ആലോചിച്ച് ഉറപ്പിക്കാൻ സഹായിച്ചാൽ സ്തോത്രം ചെയ്യാം. ഇന്ന് വിവാഹ ശുശ്രൂഷയ്ക്കായി കർത്താവ് രണ്ടു കൂട്ടരെയും കൊണ്ടുകൊണ്ടിരിക്കാൻ സ്തോത്രം ചെയ്യാം. ദൈവം തന്നെ അവരെ കുട്ടിയോജിപ്പിച്ച് ഒരു കുടുംബമാക്കത്തക്കനായി സ്തോത്രം ചെയ്യാം. ദൈവം ആലോചനയിൽ വലിയ പ്രവർത്തി ശക്തിമാനമായ നമ്മുടെ കൂടെ സ്തോത്രം ചെയ്യാം. കാലം പ്രദാശിക്കപ്പെടുന്നതായ കുടുംബം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരുമായി തീരുവാൻ ദൈവം സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. കുടുംബജീവിതത്തിന് ആവശ്യമായ എല്ലാ കൃപകളും ജ്ഞാനവും ദൈവികാലോചന നൽകി ഐശ്വര്യമായ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. കുടുംബങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കളെല്ലാം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. ആത്മാമണവാളനായ കർത്താവായ യേശു ക്രിസ്തു വെളിപ്പെടുമ്പോൾ കർത്താവിനോടാട്ടിയായി കർത്താവിനോട് ദേശത്തിൽ കാണപ്പെടുവാൻ നമ്മെല്ലാവരെയും വിളിക്കണതിനായി സ്തോത്രം ചെയ്യാം. ബന്ധം ഇരു കുടുംബത്തിന് അനുഗ്രഹം തീരുവാൻ, സഭയ്ക്ക് അനുഗ്രഹം തീരുവാൻ, ദേശത്തിന് അനുഗ്രഹം തീരുവാൻ, ദൈവനാമഹത്വം തീരുവാൻ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഇടപാതോടമായി പുറപ്പെടുവാൻ ഈ രാവിലെ സമയം കർത്താവ് സഹായിക്കുന്നതിനാല് സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവ് കഴിഞ്ഞ നാളുകളെല്ലാം നമുക്ക് ദൈവം നല്ലവരും വാക്കുമാറാത്ത ദൈവമായി തുടരുന്നതിനായി സ്തോത്രം. തിരുവരുടെയും കർത്താവെ ജനന സമയം മുതൽ കർത്താവ് വരെ സൂക്ഷിച്ചല്ലോ, പരിപാലിച്ചല്ലോ. കർത്താവെ വിദ്യാഭ്യാസത്തെ നൽകി, കർത്താവിനെ ജോലിയെ നൽകി കർത്താവ് അനുഗ്രഹിച്ചല്ലോ. അതിലുപരിയായി കർത്താവായ യേശു ക്രിസ്തുവിനെ സുന്ദരക്ഷിതാവായി സ്വീകരിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ, ദൈവത്തിൻ്റെ വചനത്തിനൊത്തോളം ജീവിക്കുവാൻ എൻ്റെ മക്കളെ സഹായിക്കുന്നതിനാല് സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്ന കർത്താവ്. എല്ലാ അതിൻ്റെതായ സമയങ്ങളിൽ സന്തോഷിതമായി ചെയ്യുന്ന ദൈവം കർത്താവെ വിവാഹപ്രായമായപ്പോൾ മകൾക്ക് കർത്താവെ തകതായ ഒരു തുണി കർത്താവ് ഒരുക്കിയത് കർത്താവെ സ്തോത്രം. ഇന്ന് പകൽക്കാലം നടത്തപ്പെടുന്നതായ വിശുദ്ധ വിവാഹത്തെ കർത്താവ് നടത്തണമേ, അനുഗ്രഹമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഈ ഗ്ലോരനായി പ്രാർത്ഥിക്കുന്നു. നമ്മെ അനുഗ്രഹിക്കണമേ കർത്താവ്. മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. കർത്താവെ നീക്ക അത് കർത്താവിനിശ്ചിതമായി പ്രാർത്ഥനകളെ കർത്താവ് അനുഗ്രഹിക്കണമേ. മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ. സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. കുഞ്ഞുങ്ങളുടേതായ കുടുംബജീവിതം അനുഗ്രഹമായി തീരുമാനത്തെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. ആദ്യമ കർത്താവെ ദമ്പതികളെ കർത്താവ് തോട്ടത്തിൽ ഇറങ്ങി വന്ന് ഒന്നാക്കി തീർന്നതുപോലെ കർത്താവ് കുഞ്ഞുങ്ങളെ കർത്താവ് ഇന്ന് പകൽക്കാലം ഒന്നാക്കി തീർക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾക്കായ അച്ഛനെ കർത്താവ് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. കൃപയാൽ നിറയ്ക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ്. പ്രസംഗിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ദൈവം അനുഗ്രഹിക്കണമേ. ആരെങ്കിലും രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വരാത്തവരായിട്ടുണ്ടെങ്കിൽ കർത്താവ് ശുശ്രൂഷ അനേകരെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അക്ഷരീയമായ വിവാഹം കർത്താവ് ഭൂമിയിൽ പ്രകാരം നടക്കുന്ന പോലെ എത്ര വേഗത്തിൽ മധ്യാകാശത്തിൽ ഞങ്ങളുടെ മണവാളനെ എതിരേൽക്കുവാൻ കർത്താവ് ഞങ്ങൾ ഒരുക്കമുള്ളവരായി കാണപ്പെടുവാൻ ഈ ശുശ്രൂഷകൾ പര്യാപ്തമാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. തുടർന്ന് മുഖയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ സഹായിച്ചാൽ ദൈവങ്ങളിലേക്ക് പ്രാർത്ഥിച്ച് ഫലമേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. രാജുവിന്റെയും സിസ്റ്റർ
ലീലാമ രാജുവിനെയും മകൻ ഗ്ലോറി വിക്ടർ രാജുവും പുത്തൂർ ദിഗ്ബന്ധ മിഷൻ വിശ്വാസിയായ തട്ടാരരീകത്തെ വീട്ടിൽ ബ്രദർ ഡി മാമച്ചൻ്റെയും സിസ്റ്റർ ജോളി മാമച്ചൻ്റെയും മകൾ നിസിറ്റി മാമനും തമ്മിലുള്ളതായ വിവാഹം ഇന്നേ ദിവസം ഇവിടെ വെച്ച് നടത്താനുള്ളതായ എല്ലാ ക്രമീകരണമായി നാം ഇവിടെ കടന്നു വന്നിരിക്കുകയാണ്. ഈ വിവാഹം ഇന്ന് ഇവിടെ വെച്ച് നടന്നുകൂടാതെ വണ്ണം, ഈ വിവാഹം നടത്തി കൊടുത്തുകൂടാതെ വണ്ണം നിയമാനുസരണം എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ കൂടപ്പെട്ടതായ ദൈവങ്ങൾക്ക് ഇപ്പോൾ അറിയിക്കാവുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ഉമ്മന്നൂർ ദി പെന്തക്കോസ്ത് മിഷൻ വിശ്വാസിയായ വിക്ടേഴ്സ് വില്ലായിൽ ബ്രദർ രാജകുമാരൻ്റെയും സിസ്റ്റർ ലീലാമരാജുവിൻ്റെയും മകൻ ഗ്ലോറി വിക്ടർ രാജു, പുത്തൂർ ദി പെന്തക്കോസ്ത് മിഷൻ വിശ്വാസിയായ തട്ടാരരീകത്തെ വീട്ടിൽ ബ്രദർ ഡി മാമച്ചൻ്റെയും സിസ്റ്റർ ജോളി മാമച്ചൻ്റെയും മകൾ നിസിറ്റി മാമനും തമ്മിലുള്ളതായ വിവാഹം ഇന്നേ ദിവസം നടന്നുകൂടാതെ വേണം, ഈ വിവാഹം നടത്തി കൊടുത്തുകൂടാതെ വേണം നിയമാനുസരണം എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ കൂടപ്പെട്ടതായ ദൈവങ്ങൾക്ക് ഇപ്പോൾ പരസ്യമായി അറിയിക്കാവുന്നതാണ്. എല്ലാവരും മൗനമായിരിക്കുന്നതിനാൽ ഈ വിവാഹം നടത്തി കൊടുക്കുന്നതിൽ ആർക്കും തടസ്സമില്ല എന്ന് അതിൽ മനസ്സിലാവുകയാണ്. ആകയാൽ ഇപ്പോൾ മൗനമായിരിക്കുന്നവർ മേലാലും ഇത് സംബന്ധിച്ച് മൗനമായിരിക്കണമെന്ന് ഓർമ്മിക്കുകയാണ്. നിങ്ങളുടെ കേൾക്കുക. ഉമ്മന്നൂർ ദി പെന്തക്കോസ്ത് മിഷൻ വിശ്വാസിയായ വിക്ടേഴ്സ് വില്ലായിൽ രാജകുമാരൻ്റെ സിസ്റ്റർ ലീലാവും രാജുവിൻ്റെയും മകൻ ഗ്ലോറി വിക്ടർ രാജുവിനോട് ചോദിക്കുന്നു. പുത്തൂർ ദി പെന്തക്കോസ്ത് മിഷൻ വിശ്വാസിയായ തട്ടാരരീകത്തെ വീട്ടിൽ ബ്രദർ ഡി മാമച്ചൻ്റെയും സിസ്റ്റർ ജോളി മാമച്ചൻ്റെയും മകൾ നിസിറ്റി മാമൻ എന്നിവരുടെ ഭാര്യ ചെയ്യുമ്പോൾ സമ്മതമാണ്. പുത്തൂർ ദി പെന്തക്കോസ്ത് മിഷൻ വിശ്വാസിയായ തട്ടാരരീകത്തെ വീട്ടിൽ ബ്രദർ ഡി മാമച്ചൻ്റെയും സിസ്റ്റർ ജോളി മാമച്ചൻ്റെയും മകൾ നിസിറ്റി മാമനോട് ചോദിക്കുന്നു. മന്നൂർ ദി പെന്തക്കോസ്ത് മിഷൻ വിശ്വാസിയായ വിക്ടേഴ്സ് വില്ലായിൽ ബ്രദർ രാജകുമാരൻ്റെയും സിസ്റ്റർ ലീലാമരാജുവിൻ്റെയും മകൻ ഗ്ലോറി വിക്ടർ രാജിനെ എൻ്റെ ഭർത്താവായി ചെയ്യുമ്പോൾ സമ്മതമാണ്. പൊതുസഭ മൗനമായി സമ്മതിച്ചു. വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാൻ പോകുന്നതായ വധൂവരന്മാർ എല്ലാവരും കാണിക്കെ പരസ്യമായി എഴുന്നേറ്റ് നിന്ന് ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് അറിയിച്ചിരിക്കുകയാണ്. പൊതുസഭയുടെയും പൊതുവന്മാരുടെ സമ്മതപ്രകാരം സ്വർഗസ്ഥനായ ദൈവം തന്നെ ഇവരെ കൂട്ടിയോജിപ്പിച്ച് ഒരു കുടുംബമാക്കി തീർക്കുന്നതിനും തുടർന്ന് ഒരു കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹവും സന്തോഷവും ആനന്ദകരമായി തീരുവാൻ അവരുടെ ഭാവിശുലം ശോഭനമായി തീരുവാൻ എല്ലാ പ്രിയപ്പെട്ടവരുടെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഓർപ്പിക്കുകയാണ്. നിങ്ങളുടെ ഇരിക്കാം. ആകെലഭോവിയായ ദൈവം മനുഷ്യരെ ഗാഠത്തിൽ വരുത്തി അവർ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയിൽ ഒന്നെടുത്ത് അതിന് പകരം മാംസം പിടിപ്പിച്ചു. യഹോവയായ ദൈവം മനുഷ്യരിൽ നിന്നെടുത്ത ആ വാരിയലിനെ ഒരു സ്ത്രീയാക്കി അവളെ മനുഷ്യന്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ മനുഷ്യൻ, ഇതിപ്പോൾ എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എൻ്റെ മാംസത്തിൽ നിന്ന് മാംസവുമാകുന്നു. ഇവളെ നരന്നെടുത്തിരിക്കിയാൽ ഇവൾക്ക് നാരി എന്ന പേരാകുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റി ചെയ്തു അവർ ഏകദേഹമായി. ലേഖനം 5-ാം അധ്യായം 22 മുതലുള്ള വാക്യം. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നാൽ സഭ ക്രിസ്തുവിനെ കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവൻ അവളെ വചനത്തോടുകൂടി ജലസ്ഥാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന് കറാചുളുക്ക് മുതലായ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധിയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെ താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അവനും ഭർത്താക്കന്മാരും അവരുടെ ഭാര്യമാരെ സ്വന്തം ശരീരം പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ
തന്നെത്താൻ സ്നേഹിക്കുന്നു. ആരും തന്റെ ജഡത്തെ ഒരു നാളും ഭവിച്ചിട്ടില്ലല്ലോ. ക്രിസ്തു സഭയെ ചെയ്തതുപോലെ അതിനെ പോറ്റി പുലർത്തിയത്രേ ചെയ്തത്. നാവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ടുപിരി ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ വറവ് വലുത് ക്രിസ്തുവിനെയും സഭ ഉപദേശിച്ചത്രേ പറയുന്നത്. എന്നാൽ നിങ്ങളും അങ്ങനെ തന്നെ ഓരോരുത്തർ താന്റെ ഭാര്യയെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടതാണ്. പത്രോസ് 3-ാം മുതലുള്ള വാക്യം. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ ദുർബലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. നിങ്ങളുടെ അലങ്കാരം തലോടി വീഴുന്നതും പൊന്നണിയുന്നതും വസ്ത്രം ധരിക്കുന്നതും ഇങ്ങനെ പുറമെയുള്ളതല്ല, സൗമ്യതയും സാവധാന്യമുള്ള മനസ്സ് നശ്യഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢമനുഷ്യൻ തന്നെ ആയിരിക്കണം. അത് ദൈവസന്നിധിയിൽ വിലയേറിയതാകുന്നു. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനെന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങളും അവരുടെ മക്കൾ ആയിത്തീരും. അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോട് ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീന പാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികളെന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുത്തു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 7-9 വാക്യം. നാം സന്തോഷിച്ചുല്ലസിച്ച് അവൻ മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തിയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ സത്യവചനം എന്ന് എന്നോട് പറഞ്ഞു. This is the promise of love. These shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. There shall be showers of blessing, precious rewarding again. Showers of blessing, showers of blessing we need. Mercy drops round us and falling, but for the showers we pray. There shall be showers of രണ്ട് ദേശത്ത് രണ്ട് കുടുംബത്തിൽ രണ്ട് മാതാപിതാക്കളാൽ രണ്ട് സാഹചര്യങ്ങളിൽ വളർന്നു വന്നതായ രണ്ടുപേരെ ഇത് പൽക്കാലം സ്വർഗസ്ഥനായ ദൈവം കൈകൊണ്ട് കൂട്ടിയോജിപ്പിച്ച് ഒരു കുടുംബമാക്കി തീർക്കുകയാണ്. വിവാഹം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷം ഉളവാക്കുന്നതായ ഒരു ദിവസമാണ് വിവാഹ ദിവസം എന്ന് പറയുന്നത്. വിശേഷിച്ച് പൊതു ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതായ വധുവരന്മാരുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം ഉളവാക്കുന്നതായ ഒരു ദിവസമാണ് വിവാഹ ദിവസം എന്ന് പറയുന്നത്. ആശുപത്രിവാർത്തയിലുള്ളതായ പ്രധാന കാരണം ദൈവികമായ പ്രമാണങ്ങളെ പാലിക്കാതെ തങ്ങൾക്ക് ബോധിച്ചോണം ജീവിക്കുന്നതിനാൽ കുടുംബജീവിതം ദുഃഖത്തിലും പ്രയാസത്തിലും വേദനയിലുമായി മാറുകയാണ്. അങ്ങനെ വരാതിരിക്കാൻ കർത്താസ്തോത്രം ദൈവികമായ പ്രമാണങ്ങളെ പാലിച്ചുകൊണ്ട് വിശ്വസ്തയോട് ജീവിച്ച് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കുടുംബജീവിതം നയിപ്പാൻ പ്രിയപ്പെട്ടവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ 4 വേദഭാഗങ്ങൾ വായിച്ചു കേൾക്കുകയുണ്ടായി. ആദ്യമായി വായിച്ചതായ വേദഭാഗം ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ്. ഉൽപ്പത്തി പുസ്തകം എന്ന് പറയുമ്പോൾ എല്ലാറ്റിൻ്റെയും ഉൽപ്പത്തിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതായ പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. വിവാഹത്തിൻ്റെയും ഉൽപ്പത്തിയെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ആദ്യ മനുഷ്യനായ ആദാമിൻ്റെയും ഹവ്വയുടെയും വിവാഹം യഹോവയാ ദൈവം തന്നെ ഏതേൻ പ്രദേശത്തിൽ കഴിയുമെന്ന് അവരെ കൂട്ടിയോജിപ്പിച്ച് ഒരു കുടുംബമാക്കി തീർത്തു എന്ന് നാം
ഇവിടെ വായിച്ചു കേൾക്കുകയുണ്ടായി. ഒടുവിലായി വായിച്ചതായ വേദഭാഗത്തിൽ ഒരു നിത്യ വിവാഹത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുകയാണ്. ഈ ലോകത്തിൽ നടത്തപ്പെടുന്നതായ എല്ലാ വിവാഹ ബന്ധങ്ങളും ഭാര്യ ഭർത്താക്കന്മാരുടെ മരണം വരെ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. മരണാനന്തരം ഇപ്രകാരം ഒരു വിവാഹ ബന്ധം ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ മരണാനന്തരവും ദൈവം മനുഷ്യർക്ക് ഒരു വിവാഹം നിശ്ചയിച്ചിരിക്കുന്നു, വിവാഹ ബന്ധം നൽകിയിരിക്കുന്നു. ആ വിവാഹത്തിൽ മണവാളൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, മണവാട്ടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുസഭയുമാണ്. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തു ആത്മാ മണവാളനായി എത്രയും വേഗം വെളിപ്പെടാൻ പോവുകയാണ് എന്ന് തിരുവചനം നമ്മെ വാർത്തയ്ക്കുന്നു. വെളിപ്പാട് 19:7-8 വായിക്കുമ്പോൾ നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന് കാതയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞാട് എന്ന് പറയുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആകുന്നു എന്ന് എല്ലാ ദൈവങ്ങൾക്കും അറിയാം. അപ്പോൾ കുഞ്ഞാടിന്റെ കല്യാണം വന്നല്ലോ എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ കല്യാണം, യേശു ക്രിസ്തു ആത്മാ മണവാളനായി വെളിപ്പെടാൻ പോവുകയാണ്. കർത്താവായ യേശു ക്രിസ്തു ആത്മാ മണവാളനായി വെളിപ്പെടുമ്പോൾ കർത്താവ് മണവാട്ടിയായി തീരുക. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു സ്വർഗീയ മഹിമയുടെ ലോകത്തിലേക്ക് ഇറങ്ങിവന്ന് മനുഷ്യാവതാരമെടുത്ത് കാലുകളെക്കുറിച്ച് യാഗമായി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെച്ച് സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്തു. കർത്താവ് സ്വർഗത്തിന് വേണ്ടിയാണ് കറ ചുരുക്കം മുതലായ ഒന്നുമില്ലാത്തതായ ഒരു തേജസ്വിയുടെ സഭയ്ക്ക് വേണ്ടി, അല്ലെങ്കിൽ മണവാട്ടിക്ക് വേണ്ടിയാണ്. ആ സഭയെ ഒരുക്കുവാൻ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുക മാത്രമല്ല, ആ മണവാട്ടി ആ സഭയ്ക്ക് നിത്യകാലം വാഴുവാൻ, അല്ലെങ്കിൽ വസിക്കുവാനായി ഒരു നിത്യമായ വാസസ്ഥലം ഒരുക്കുവാനായി കടവരിക്കുകയാണ്. ആ സ്ഥലം ഒരുക്കിയ ശേഷം അവിടേക്ക് തൻ്റെ കാന്തിയാകുന്ന സഭയെ കൊണ്ടുപോകാൻ കർത്താവായ യേശു ക്രിസ്തു ആത്മാ മണവാളനായി എത്ര വേഗം വെളിപ്പെടുവാൻ പോവുകയാണ്. ലോക സംഭവങ്ങൾ ഓരോന്നും നാം വീക്ഷിക്കുമ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ആകയാൽ ദൈവമക്കൾ അതോ ആത്മമണവാളനായ നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു എത്ര വേഗം വെളിപ്പെടാൻ പോകുന്നു എന്നുള്ളതായ ആ കാര്യം മറന്നു പോകരുത്. അതിനായി നാം എല്ലാവരും ഒരുങ്ങുകയാണ്. കർത്താവിനോടുകൂടെ ആ നിത്യ സന്തോഷമാക്കുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമതും മൂന്നാമതും വായിച്ചത വേദഭാഗങ്ങളിൽ അപ്പോസ്തലന്മാരായ പൗലോസും പത്രോസും കർത്താവ് സ്തോത്രം കുടുംബജീവിതത്തിൽ പ്രവേശിച്ചിരിക്കുന്നതായ ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ ദൈനംദിന ജീവിതത്തിൽ പാലിക്കുന്നതായ ദൈവികമായ പ്രമാണങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതിൽ പ്രധാനമായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു കുടുംബജീവിതം അനുഗ്രഹമാക്കിയിരുവാൻ, അവരുടെ ഭാവി ജീവിതം ശോഭനമാക്കിയിരുവാൻ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണമെന്നും ഭാര്യയോ ഭർത്താവിനെ സ്നേഹിക്കുകയും കീഴ്പ്പെട്ട് അനുസരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. കർത്താവ് സ്തോത്രം. കുടുംബജീവിതം അനുഗ്രഹമാക്കിയിരുവാൻ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യ ഭർത്താവിനെ സ്നേഹിച്ച് കീഴ്പ്പെട്ട് അനുസരിക്കണം. സ്നേഹവും അനുസരണവും വിശ്വസ്തയോടെ പാലിക്കുന്നതായ ഏതൊരു കുടുംബമുണ്ടോ ആ കുടുംബം അനുഗ്രഹിക്കേണ്ടതിൽ സൂക്ഷിക്കൊണ്ടവരാക്കി. കർത്താവ് ഇന്ന് പല കുടുംബങ്ങളിലും കുടുംബജീവിത ദുഃഖത്തിലാത്തിരുവാൻ, പ്രയാസത്തിലാത്തിരുവാൻ കാരണം ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നില്ല, ഭാര്യ ഭർത്താവിനെ അനുസരിക്കുന്നില്ല. ഇക്കാരണങ്ങളാൽ പല കുടുംബങ്ങളിലും കുടുംബജീവിതം ദുഃഖത്തിലും പ്രയാസത്തിലാത്തിരിക്കുക മാത്രമല്ല, ഭാര്യയുടെ വീട്ടിലും ഭർത്താവിൻ്റെ വീട്ടിലുമായി മാറുകയാണ്. അങ്ങനെ വരാതിരിക്കാൻ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുകയും കീഴ്പ്പെട്ട് അനുസരിക്കുകയും ചെയ്യണം. കർത്താവ് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ സ്നേഹവും അനുസരണവും വിശ്വസ്തയോടെ പാലിച്ചാൽ കുടുംബജീവിതത്തെ അനുഗ്രഹത്തിലാക്കാൻ കഴിയും. ലോകം എന്താ പറയുന്നു? മണവരുന്ന ഭാര്യയെ സ്നേഹിച്ച് ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് കടപ്പാട് ചെയ്ത ആളാണ്. മണവരുന്ന ഭാര്യയെ സ്നേഹിച്ച് ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് ചെയ്യുന്നതെല്ലാം കടപ്പാട് ചെയ്ത ആളാണോ? അതെ. വിശുദ്ധ പറയുന്നു മണവരുന്ന ഭർത്താവിനെ സ്നേഹിച്ച് ഭർത്താവിനെ കേട്ടിട്ട് അനുസരിച്ച് ഒരു ഭാര്യ ഭർത്താവിന് എല്ലാം കടപ്പാട് ചെയ്ത ആളാണോ? അതെ. കർത്താവ് സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്നേഹത്തിലും അനുസരണത്തിലും ഒന്നായി ജീവിച്ച് പരസ്പരം ചെയ്ത കടപ്പാടുകളെ വിശ്വസത്തോടെ ചെയ്ത് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു നല്ല കുടുംബജീവിതം നയിക്കണമെന്നുള്ളതായ നല്ല താല്പര്യത്തോടു കൂടിയാണ് ഇവർക്കാലം വിവാഹ ശുശ്രൂഷയ്ക്ക് കടന്നു വന്നിരിക്കുന്നത്. അവരുടെ നല്ല താല്പര്യത്തെ ദൈവം സാധ്യമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശീർവദിക്കുകയാണ്.
സ്നേഹവും അനുസരണവും മാത്രമല്ല ഒരു കുടുംബത്തിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്, അതോടൊപ്പം തന്നെ ദൈവമായൊരു വലിയ ബന്ധം ആവശ്യമാണ്. ദൈവത്തോട് ചേർന്ന് കുടുംബജീവിതം നയിക്കുന്നെങ്കിൽ ആ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരാൻ കഴിയും, ആനന്ദകരമായി തീരാൻ കഴിയും, സ്വർഗീയമായി തീരാൻ കഴിയും. ദൈവത്തോട് ചേർന്ന് ദൈവമായ ബന്ധത്തിൽ കുടുംബജീവിതം നയിക്കുകയാണ്. അവിടെ ദൈവികമായ സന്തോഷവും ദൈവികമായ സമാധാനവും ദൈവികമായ അനുഗ്രഹവും ആ കുടുംബത്തിലുണ്ടാകും. കർത്താവിന് സ്തോത്രം. ആകയാൽ പൊതുജീവിതത്തിലെ പ്രതീക്ഷിക്കുന്നതായ പ്രിയപ്പെട്ട ജീവിതത്തിൽ ദൈവമായ ബന്ധത്തിൽ കുടുംബജീവിതം പടിയാൻ തീരട്ടെ. കർത്താവിന് സ്തോത്രം. മൊപ്പരി ചരട് വേഗത്തിൽ അറ്റുപോകുകയില്ല എന്ന് തിരുവനന്തപുരത്തിൽ നമ്മെ ഓർപ്പിക്കുന്നതായി കാണാൻ കഴിയും. 3 ചരട് ചേർത്ത് ഒരു കയറായി തിരിച്ചാൽ ആ കയർ വേഗത്തിൽ അറ്റുപോകുകയില്ല. ഇവിടെ 3 ചരട് ചേർത്ത് ഒരു കയറായി തിരിക്കുകയാണ്. ഒരു ചരട് ദൈവം, രണ്ടാമത്തെ ചരട് ഗ്ലോറി, മൂന്നാമത്തെ ചരട് മിസി. കഥാസ്വത്രം മിസി ഗ്ലോറും ദൈവവും ഒന്നായിരിക്കുന്നത് ഐക്യമായിരിക്കുന്നെങ്കിൽ ആ കുടുംബത്തിൽ ഏറ്റവും അനുഗ്രഹവും സന്തോഷവും ആനന്ദകരമായി തീരടയാക്കി. കഥാസ്വത്രം 12-ാം സംഘത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ കുടുംബത്തെ കാണാൻ കഴിയുകയാണ്. ആ കുടുംബത്തിന് അനുഗ്രഹം എന്ന് പറയുന്നത് അതിൻ്റെ 1-ാം വാക്യമാണ്. കഥാസ്തോത്രം 12-ാം സംഘത്തിനും 1-2 വാക്യങ്ങൾ വായിക്കണം. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിൽ ഉണ്ടാകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെയും അവരുടെ തലമുറകളെയും കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ കുടുംബത്തിന് അനുഗ്രഹം എന്ന് പറയുന്നത് അതിൻ്റെ 1-ാം വാക്യമാണ്. അതിൻ്റെ 1-ാം വാക്യത്തിൽ എന്തായിരിക്കുന്നത്? യഹോവയെ സ്തുതിക്കും. യഹോവയെ ഭയപ്പെട്ട് അവരുടെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവരുടെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. അവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട തലമുറ. പ്രധാന സ്തോത്രം. അതിൻ്റെ രഹസ്യം എന്താണ്? മാതാപിതാക്കൾ ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കുക. മാതാപിതാക്കൾ ദൈവത്തെ സ്തുതിക്കുന്നവர்கள் മക്കൾ പ്രധാന സ്തോത്രം അനുഗ്രഹിക്കപ്പെടാൻ. ആ കുടുംബത്തിൽ ദൈവിക അനുഗ്രഹമുള്ള ഐശ്വര്യ സമ്പത്തും ആ വീട്ടിൽ ഉണ്ടാകും എന്ന് എഴുതിയിരിക്കുകയാണ്. ആ കുടുംബത്തിലും അനുഗ്രഹം തീരുവാൻ ഒന്നാമതായ ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കുക. ദൈവത്തെ സ്തുതിക്കുന്നതായ ഏതൊരു കുടുംബമുണ്ടോ ആ കുടുംബത്തിൽ ദൈവിക സമാധാനവും ദൈവിക സന്തോഷവും ദൈവിക അനുഗ്രഹവും ദൈവം പകരും. ജീവിതത്തിലെ പരീക്ഷിക്കുന്ന പ്രിയപ്പെട്ട ജീവിതത്തിൽ എപ്പോഴും ദൈവത്തെ സ്തുതിക്കണം. വൈകുന്നേരത്തെ കാലത്തും പിന്നെ സഭയിൽ ശുശ്രൂഷകൾ നിശ്ചയിക്കുന്നതായ ആ പ്രാർത്ഥനാ യോഗങ്ങളിൽ സംബന്ധിച്ച് ആത്മീയ വർഷം പ്രാപിപ്പാൻ എപ്പോഴും ഉത്സാഹമുള്ളതായിരിക്കണം. അങ്ങനെ പ്രാർത്ഥനാ ജീവിതം ഉണ്ടെങ്കിൽ ആ കുടുംബ ജീവിതത്തെ അനുഗ്രഹത്തിലാൻ കഴിയും. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവരുടെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടമുള്ളവരായിരിക്കണം. ദൈവത്തെ കൽപ്പനകളെ ഏറ്റവും ഇഷ്ടമുള്ളവരായി ആ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുമ്പോൾ ആ കുടുംബത്തിൽ ദൈവിക അനുഗ്രഹങ്ങളായി കഴിയും. ഐശ്വര്യവും സമ്പത്തും അവർ വീട്ടിലുണ്ടാകും. അവരുടെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. അവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെട്ടതായി ചെയ്യും. അവയാൽ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു നല്ല തലമുറയിൽ നല്ല കുടുംബജീവിതം നയിപ്പാൻ ദൈവത്തെ സഹായിക്കുന്നതിനായി ദൈവത്തെ സ്തുതിച്ച് ദൈവത്തെ പ്രമാണിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിപ്പാൻ ദൈവത്തെ സഹായിക്കട്ടെ. കർത്താവിന് സ്തോത്രം. 28-ാം സംഘത്തിൽ വായിക്കുമ്പോൾ അവിടെ ഒരു നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെയും അവരുടെ കുടുംബത്തിലെ ഭാര്യയെയും മക്കളെയും മക്കളുടെ മക്കളെയും കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാൻ കഴിയും. ആ കുടുംബത്തിലെ അനുഗ്രഹം എന്ന് പറയുന്നത് അതിന്റെ 1-ാം വാക്യമാണ്. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാനഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. കർത്താവിന് ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തെ കാണാൻ കഴിയും. ഭാര്യ, ഭർത്താവ്, മക്കൾ, മക്കളുടെ മക്കൾ ഒരൊക്കെയും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കാണുവാൻ കാരണം അതിന് 1-ാം വാക്യമാണ്. 1-ാം വാക്യം എഴുതിയിരിക്കുന്നത് യഹോവയെ ഭയപ്പെട്ട് അവരെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. ദൈവത്തെ ഭയപ്പെട്ട ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നതായ ഏതൊരു വ്യക്തിയുണ്ടോ അവരുടെ ജീവിതത്തിൽ ദൈവികമായ അനുഗ്രഹങ്ങളെ പ്രാപിക്കാൻ കഴിയും. പല കുടുംബങ്ങളിലും ദൈവിക സന്തോഷവും അനുഗ്രഹവും പ്രാപിക്കാൻ കഴിയാത്തത് ദൈവത്തെ ഭയപ്പെടുന്നില്ല, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നില്ല. തങ്ങൾക്ക് ബോധിച്ച വഴിയിൽ നടക്കുന്നതിനാൽ
ജീവിതത്തിൽ പല അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ട് സ്വന്തം സമാധാനമില്ലാത്തവരായി, സ്വസ്ഥതയില്ലാത്തവരായി, പ്രത്യാശയില്ലാത്തവരായി ഇന്ന് ലോകത്തിൽ അലയുകയാണ്, വലയുകയാണ്. അങ്ങനെ വരാതിരിക്കേണ്ടതിനായി ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തെ അനുസരിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ വഴികളിൽ നടക്കുകയാണ്. കർത്താവിനെ സ്തോത്രം. ദൈവത്തെ വഴികളിൽ നടക്കുന്നത് നിന്റെ കൈകളുടെ അധ്വാനം നീ തിന്നും, നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. പല കുടുംബങ്ങളിലും കൈകളുടെ അധ്വാനഫലം അവനവൻ്റെ ഭാര്യയ്ക്ക് മക്കൾക്ക് അനുഭവിക്കാൻ കഴിയാതെ വല്ലവരുടെയും വീട്ടിലായി പോവുകയാണ്. കാരണം എന്താണ്? ദൈവത്തെ ഭയപ്പെടാതെ, ദൈവത്തിന് വഴി നടക്കാതെ, തങ്ങൾക്ക് ബോധിച്ച വഴി പോകുന്നതിനാൽ പ്രയത്നഫലം വല്ലവരുടെയും വീട്ടിലായി പോകുന്നു. അങ്ങനെ വരാതിരിക്കാൻ സൂക്ഷിക്കണമെന്ന് സദസ്യവാക്യം 5-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ ഓർപ്പിക്കുന്നതായി കാണാൻ കഴിയും. കണ്ടവർ നിന്റെ സമ്പത്ത് തിന്നു കളയരുത്, നിന്റെ പ്രയത്നഫലം വല്ലവരുടെയും വീട്ടിലായി പോകരുത്. കണ്ടവർ നിന്റെ സമ്പത്ത് തിന്നളയരുത്, നിന്റെ പ്രയത്നഫലം വല്ലവരുടെയും വീട്ടിലായി പോകരുത്, വല്ലവരുടെയും വീട്ടിലായി പോകരുത്. അങ്ങനെ ആയി പോകാതിരിക്കുന്നവർക്ക് എന്ത് ചെയ്യണം? ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ വഴികൾ നടക്കുന്നെങ്കിൽ കൈകളുടെ അധ്വാനങ്ങൾ നീ തന്നെ അനുഭവിക്കുന്ന ഭാര്യ മക്കൾ അനുഭവിക്കേണ്ടതായി. കർത്താവിന്റെ സ്തോത്രം. അങ്ങനെ ദൈവത്തെ ഭയപ്പെട്ട വഴികൾ നടക്കുമ്പോൾ ഭാര്യ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ കാണത്തില്ല. ഗ്ലോറിൻ തന്റെ വീടിനകത്ത് മുന്തിരി കൃഷി ആരംഭിക്കുക. സാധാരണ അവിടെ മുറ്റത്ത് രണ്ടിലൊക്കെ കൃഷി ചെയ്യാറുള്ളത്. ഗ്ലോറിൻ തന്നെ വീടിനകത്ത് ഒരു മുന്തിരി കൃഷി. മുന്തിരിവള്ളി എന്താണെന്ന് അറിയാമോ? പുത്തൂർന്നുള്ളതിന് മുന്തിരിവള്ളിയാണ്. പുത്തൂർന്നൊരു മുന്തിരിവള്ളി ഉണ്ടെന്ന് എന്ന ഗ്ലോറിൻ്റെ വീടിനകത്ത് നടുകയാണ്. അതിൽ ഫലപ്രദമായ മുന്തിരിവള്ളിയായിരിക്കണമെങ്കിൽ ഗ്ലോറിന് എന്ത് ചെയ്യണം? ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കണം. അങ്ങനെയെങ്കിൽ നിശി ഫലപ്രദമായ ഒരു മുന്തിരിവള്ളി പോലെ കാണപ്പെടും. ഇല്ലെങ്കിൽ പുച്ചുള്ള ഇഞ്ചവള്ളി പോലെ കാണപ്പെടും. ഇഞ്ചവള്ളി കണ്ടിട്ടുണ്ടല്ലോ, ഇതുകൊണ്ട് ദൈവമുണ്ട്. ഇഞ്ചവള്ളികളുടെ വിഷയം എന്താ? അതിനെ തൊട്ടാൽ അത് തൊട്ടാലും വേദനയ്ക്കും മറ്റവർക്ക് വേദന ഉണ്ടാകും. ആകെ ബാല്യമാണ്. മറ്റുള്ളവർക്ക് ഇടർച്ചയം തീരാതെ, വേദന തീരാതെ, ദുഃഖം തീരാതെ മറ്റുള്ളവർക്ക് ഒരു മുന്തിരിവള്ളി പോലെ കാണപ്പെടണം. അങ്ങനെ കാണപ്പെടണമെങ്കിൽ ഭർത്താവ് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുകയാണ്. ഭർത്താവ് ഭാര്യ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ വഴി നടക്കുന്നെങ്കിൽ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒരു പോലെ കാണപ്പെടും. കർത്താവിന്റെ സ്തോത്രം. പല കുടുംബങ്ങളിലും മാതാപിതാക്കൾ ദൈവത്തിന്റെ വഴി നടക്കാത്തതിനാൽ മക്കൾ മേശയ്ക്ക് ഒരു പോലെ കാണപ്പെടുന്നതിന് പകരം ചെറുതരത്തെ പോലെയും ഇജത്തെ പോലെയൊക്കെ വളരുകയാണ്. ആർക്കും സമാധാനം കൊടുക്കാതെ, ആർക്കും സന്തോഷമില്ല, ആർക്കും സ്വസ്ഥത കൊടുക്കാത്ത ഒരു തലമുറ ഇത് ലോകത്തിൽ വളരുകയാണ്. കാരണം എന്താണ്? മാതാപിതാക്കൾ ദൈവത്തെ ഭയപ്പെടാതെ, ദൈവത്തിന് വഴി നടക്കാതെ, ദൈവത്തിൻ്റെ അഭിപ്രായം ജീവിക്കാതെ മുന്നോട്ട് പോകുന്നതിനാൽ മക്കൾ മേശയ്ക്ക് ഉലുവി പോലെ കാണപ്പെടുന്നതിന് പകരം മറ്റു പല രീതിയിൽ വളരുകയാണ്. അങ്ങനെ വരാതിരിക്കാൻ ഭാര്യ ഭർത്താവ് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുക. അങ്ങനെ മക്കൾ മേശയ്ക്കും ഒരുവിധികൾ പോലെ കാണപ്പെടും. മക്കളുടെ മക്കളെയും കാണുവാൻ ദൈവം ഭാഗ്യം കൊടുക്കും. കർത്താവിനാൽ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു നല്ല കുടുംബത്തിൽ നയിപ്പാൻ ദൈവത്തിനായി ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ വഴികളിൽ നടക്കുകയാണ്. ദൈവത്തെ വഴിവിട്ട് ഇടത്തോട് വലത്തോട് മാറാതെ വേണം ജീവിക്കുന്നതിനാൽ ചെയ്യണം. കർത്താവിന് ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവ അനുഗ്രഹം പ്രാപിപ്പാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് യഹോവയാ ദൈവം മോശെ മുഖാന്തരം ഇസ്രായേലിന് പ്രമാണം കൊടുക്കുമ്പോൾ ഓർപ്പിക്കുന്നതായി കാണാൻ കഴിയും. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലെ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവ അനുഗ്രഹം എപ്രകാരം പ്രാപിപ്പാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് വായിക്കാം. അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലിയുടെ
ദേശത്ത് യഹോവ നിന്റെ നന്മയ്ക്കായി ഗർഭഫലത്തിലും കന്നുകാലിയുടെ ഫലത്തിലും നിന്റെ നിലത്തിലെ ഫലത്തിലും നിനക്ക് സമൃദ്ധി നൽകും. തക്ക സമയത്ത് നിന്റെ ദേശത്തിന് മഴ തരുവാനും നിന്റെ വേലിയൊക്കെയും അനുഗ്രഹിപ്പാനും യഹോവ നിനക്ക് തന്റെ നല്ല ഭണ്ഡാരമായ ആകാശം തുറക്കും. നീ അനേകം ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ കേട്ട് പ്രമാണിച്ച് നടന്നാൽ യഹോവ നിന്നെ വാലല്ല തലയാക്കും. നീ ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കുകയില്ല. ഞാനിന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന വചനങ്ങളിൽ യാതൊന്നെങ്കിലും വിട്ട് അന്യദേവങ്ങളെ പിന്തുടർന്ന് സേവിപ്പാൻ നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. സ്വതന്ത്രം അനുഗ്രഹത്തിൻ്റെ ഒരു നീണ്ട പട്ടിക അവിടെ വായിച്ചു കേൾക്കുകയുണ്ടായി. ഈ അനുഗ്രഹങ്ങളെല്ലാം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിലുണ്ടാകുവാൻ എന്താണ് ചെയ്യുന്നത്? അതിന് ഒന്നാം വാക്യം പാലിക്കണം. ഒന്നാം വാക്യം നേടിയിരിക്കുന്നത് ഞാൻ കൽപ്പിക്കുന്ന സകല കൽപ്പനകളും ശ്രദ്ധയോടെ കേട്ട് അതിൽ എഴുതിക്കൊക്കെയും പ്രമാണിച്ച് നടന്നാൽ ഇത്രയും ചെയ്യണം. ദൈവം അതിനെ ശ്രദ്ധയോടെ കേട്ട് അത് എഴുതിക്കൊക്കെയും പ്രമാണിച്ച് നടന്നാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് ലഭിക്കും. അകത്ത് വരുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, പുറത്ത് പോകുമ്പോൾ അനുഗ്രഹിക്കപ്പെടും, വയലിൽ അനുഗ്രഹിക്കപ്പെടും, പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടും. നീ എല്ലാവരുടെ അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ ശത്രു നിന്നെ ഒരു വഴിയായി വരും, 7 വഴിയായി ഓടിപ്പോകും. നിന്നെ വിശുദ്ധരമായി ദൈവം തിരഞ്ഞെടുക്കും. മാത്രമല്ല നിന്നെ വാലല്ല തലയാക്കി താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും. ഓക്കെ, ഈ അനുഗ്രഹങ്ങളെല്ലാം പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ കൽപ്പനയുടെ ശ്രദ്ധയോടെ കേട്ട് അത് എനിക്കൊക്കെ പ്രമാണിച്ച് നടക്കുക. ദൈവത്തിന് ശ്രദ്ധയോടെ കേട്ട് എനിക്ക് പ്രമാണിക്കാൻ ജീവിച്ചാവുന്ന അനുഭവമാണ് അതിൻ്റെ 15-ാം വാക്യം മുതൽ ആ അധ്യായം മുഴുവനുമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ എന്താ ഇരിക്കുന്നത്? ദൈവത്തെ കൽപ്പന പ്രമാണിക്കാതിരുന്നാൽ കർത്താവ് ചെയ്യുന്നു, നിന്റെ ശത്രുവിന് നേരെ നീ ഒരു വഴിയായി ചെല്ലും, നീ 7 വഴിയായി പോകും. ദൈവനെ പ്രമാണിച്ചാൽ ശത്രു നിന്റെ നേരെ ഒരു വഴിയായി വരും, 7 വഴിയായി ഓടിപ്പോകും. പ്രമാണിക്കാതിരുന്നാൽ നീ ശത്രുവിന് നേരെ ഒരു വഴിയായി ചെല്ലും, നീ 7 വഴിയായി ചെയ്യും ഓടും. ലോൺ ഏതാ വേണ്ടത്? ലോൺ ഓടി പോകണം, അതോ ശത്രു ഓടി പോകണം? ശത്രു ഓടി പോകണം. എന്താ ചെയ്യേണ്ടത്? ദൈവത്തിന്റെ ശ്രദ്ധയോടെ കേട്ട് അതൊക്കെ എനിക്കൊക്കെ പ്രമാണിച്ചു നടന്നാൽ ശത്രുവിന് നേരെ ഒരു വഴിയായി വരും, അവൻ 7 വഴിയായി ഓടിപ്പോകും. പ്രമാണിക്കാതിരുന്ന ആളുടെ അനുഭവം 25-ാം വാക്യം എഴുതിയിട്ടുണ്ട്. ശത്രുക്കളുടെ മുമ്പിൽ യഹോവ നിന്നെ തോൽക്കുമാറാക്കും. നീ ഒരു വഴിയായി അവരുടെ നേരെ ചെല്ലും, 7 വഴിയായി അവരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകും. ദൈവത്തിന് വളരെ ശ്രദ്ധയോടെ കേട്ട് അനുസരിച്ചാൽ ഈ അനുഗ്രഹം ലഭിക്കും. അത് മാത്രമല്ല, ദൈവത്തിന് ശ്രദ്ധയോടെ കേട്ട് അനുസരിച്ചാൽ ദേശത്തെ വാലല്ല തലയാക്കി തീർക്കും. അനുസരിക്കാതിരുന്നാലും നിന്റെ അയൽക്കാരൻ തലയായിരിക്കും, നീ വാലായിരിക്കും. അയൽക്കാരൻ തലയാണോ? അല്ല, അവ തലയാണ്. ഞാൻ തലയാണ്. നാം തലയാൻ തിരുവരുന്നത് ദൈവത്തെ ശ്രദ്ധയോടെ കേട്ട് അത് എനിക്കൊക്കെ പ്രമാണിച്ച് നടക്കണം. ഇല്ലെങ്കിൽ അയൽക്കാരൻ തലയാണ്. അതിന്റെ 43-ാം വാക്യം വായിക്കാൻ എഴുതിയിരിക്കുന്നത്, നിന്റെ ഇടയിലുള്ള പരദേശി നിനക്ക് മീതെ ഉയർന്നുയർന്നു വരും, നീയോ താഴ്ന്നു താഴ്ന്നു പോകും. അവർ നിനക്ക് വായ്പ തരും, അവന് വായ്പ കൊടുക്കാൻ നിനക്കുണ്ടാകുകയില്ല. അവൻ തലയും നീ വാലുമായിരിക്കും. ദൈവത്തെ ശ്രദ്ധയോടെ കേട്ട് അത് എനിക്കൊക്കെ പ്രമാണിച്ച് നടക്കണം. ദൈവത്തിനെ കേൾക്കുവാൻ ആ ഉത്സാഹമുള്ളതായിരിക്കണം. ഇന്ന് അനേക പ്രിയപ്പെട്ട ദൈവത്തിനെ കേൾക്കാൻ ഉത്സാഹമില്ല. ഇതെന്തോ ഒക്കെ തള്ളിക്കളയ അനുഭവമാണ്. ദൈവത്തിനെ കേട്ടാൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രാപിപ്പാൻ ദൈവം അതിനനുസരിച്ചാൽ മതി. ദൈവത്തിനെ ശ്രദ്ധയോടെ വായിച്ച് ശ്രദ്ധയോടെ ധ്യാനിച്ചാൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ദൈവം സാധ്യമാക്കി തരും. നീ ചെയ്തൊക്കെ ദൈവം സാധ്യമാക്കി തരുമെന്ന് യോശുവയുടെ പുസ്തകത്തിൽ 1-8 വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയുകയാണ്. കർത്താവ് സഹോദരി, നീ ചെയ്തൊക്കെ സാധിക്കും. ദൈവത്തെ കല്യാണം പ്രമാണിച്ച് ദൈവത്തെ പ്രസാദത്തോടെ ചെയ്യുന്നെങ്കിൽ നീ ചോദിക്കുകയൊക്കെ ദൈവങ്ങൾക്ക് തരുമെന്ന് 1 യോഹന്നാൻ 3-ാം അധ്യായം 22-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുകയാണ്. ദൈവത്തെ കല്യാണം ശ്രദ്ധയോടെ ദൈവത്തൊക്കെ പ്രമാണിച്ച് നടന്നാൽ നദിപോലെ സമാധാനം നിന്റെ കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് യെശയ്യാപ്രവചനം 48-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുകയാണ്. നദിപോലെ സമാധാനം ഒരു കുടുംബത്തിൽ ഉണ്ടാകുവാൻ എന്താണ് ചെയ്യുന്നത്? ദൈവത്തെ കൽപ്പനകളെ ശ്രദ്ധയോടെ കേട്ട് അത് എഴുതിക്കൊക്കെ പ്രമാണിച്ച് നടന്നാൽ
നദിപോലെ സമാധാനം ദൈവം. ദൈവത്തെ ഇഷ്ടമുള്ളവരായി അത് രാമം ധ്യാനിക്കുന്നുവെങ്കിൽ നീ ചെയ്യുന്നതൊക്കെ ദൈവം സാധ്യമാക്കി തീർക്കുന്ന 1-ാം സംഘത്തിനും 2-ാം വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയുകയാണ്. ദുഷ്ടന്മാർ നടക്കാതെ, പാവിയുടെ വഴി നടക്കാതെ, പരിഹാസിയുടെ ഇരിപ്പിടത്തിരിക്കാതെ യഹോവയുടെ ന്യായപ്രമാണത്തെ സന്തോഷിച്ച് രാമകൾ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ചെയ്തൊക്കെയും സാധിക്കും. ആ ദൈവത്തിന്റെ വചനം ശ്രദ്ധയോടെ കേട്ട് അത് എനിക്കൊക്കെയും പ്രമാണിച്ച് നടക്കുവാൻ നാം ഉത്സാഹമുള്ളവരായിരിക്കണം. അതുകൊണ്ടാണ് ദേവദാസന്മാർ നമ്മൾ നടത്തിപ്പാർ അവർ പ്രത്യേക ഓർപ്പിക്കുന്ന ആരാധനകൾ വരുമ്പോൾ ഭക്തിയോട് ഭയത്തോട് ദൈവത്തെ ആരാധിക്കണം, കൊടുക്കണം, ബഹുമാനം കൊടുക്കുക. ഒരു യജമാനെ ദാസൻ എപ്രകാരം സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു, അനുസരിക്കുന്നു, കീഴ്പ്പെട്ട് അനുസരിക്കുന്നു, അതുപോലെ ഭർത്താവിനെ സ്നേഹിച്ച് ഭർത്താവിനെ കീഴ്പ്പെട്ട് അനുസരിക്കുന്നെങ്കിൽ മക്കളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹത്തിലാൻ കഴിയും. കർത്താവ് ചെയ്യുന്നു. 4-ാമതായ അനുഗ്രഹം പറയുന്നത് പരസ്പരമുള്ളതായ വിശ്വാസമാണ്. സദൃശ്യവാക്യം 31-ാം 12-ാം വാക്യം വായിക്കുമ്പോൾ ഭർത്താവിന്റെ ഹൃദയം അവളെ വിശ്വസിക്കുന്നു, അവരുടെ ലാഭത്തിന് ഒരു കുറവുമില്ല. ഭർത്താവ് ഭാര്യയെ വിശ്വസിക്കണം, ഭാര്യ ഭർത്താവിനെ വിശ്വസിക്കണം. എൻ്റെ ഭാര്യ എന്നോട് അവിശ്വസ്ത കാണിക്കുകയില്ല, എൻ്റെ ഭർത്താവ് എന്നോട് അവിശ്വസ്ത കാണിക്കുകയില്ല എന്ന് പരസ്പരമുള്ള വിശ്വാസം ഉണ്ടായിരിക്കും. അങ്ങനെയെങ്കിലും കുടുംബജീവിതം അനുഗ്രഹത്തിനാൻ കഴിയും. പല കുടുംബങ്ങളിലും കുടുംബജീവിത ദുഃഖത്തിലാക്കാൻ അവള ഒരു കാരണം ഭർത്താവ് ഭാര്യയെ വിശ്വാസമില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനെ വിശ്വാസമില്ല, സംശയമാണ്. കഥാസത്തിൽ ചെയ്യുന്നു. എവിടെയെങ്കിലും പോയിട്ട് ഓരോ താമസിച്ചു പോയാൽ ഭർത്താവിന് സംശയമാണ്. ആരോട് സംസാരിച്ചു പോയാൽ ഭാര്യ ഭർത്താവിന് സംശയമാണ്. ഇങ്ങനെയുള്ള സംശയത്തിൽ ആത്മാവ് പ്രവേശിച്ചാൽ അനേക കുടുംബങ്ങൾ ദുഃഖത്തിനും പ്രയാസത്തിനും വരാതിരിക്കാൻ പരസ്പര വിശ്വാസമുള്ളവരായിരിക്കണം. പരസ്പരം എങ്ങനെയായിരിക്കണം? വിശ്വാസമുള്ളവരായിരിക്കണം. കഥാസത്തിൽ ചെയ്യുന്നു. എൻ്റെ ഭർത്താവിനോട് അവിശ്വസ്ത കാണിക്കില്ല എന്ന് ഭാര്യ വിശ്വസിക്കണം. എൻ്റെ ഭാര്യയുടെ അവിശ്വസ്ത കാണിക്കില്ല എന്ന് ഭർത്താവ് വിശ്വസിക്കണം. അവിശ്വസ്ത കാണിക്കാതെ ജീവിക്കുകയും വേണം. കഥാസത്തിൽ ഏതാനും മിനിറ്റുകൾ കഴിയുമ്പോൾ ഇവർ രണ്ടുപേരും എഴുന്നേറ്റിരുന്ന് ഞങ്ങളുടെ വലക്കരകളെ ചേർത്ത് പരസ്പരം ഒരു ഉടമ്പടി ചെയ്യാൻ പോവുകയാണ്. ആ ഉടമ്പടി വാചകം മരണവലിത പാലിച്ചു. അങ്ങനെയെങ്കിൽ സംശയമില്ലാതെ ഒരു അനുഗ്രഹിക്കപ്പെടുന്ന ജീവിതത്തിൽ നയിക്കാൻ കഴിയും. എന്താ ചെയ്യുമ്പോൾ ഉടമ്പടി അറിയാമോ? ഞാൻ നിന്നെ മാത്രം സ്നേഹിച്ച് നിന്നോട് മാത്രം ചേർന്നിരിക്കും. ഞാൻ അങ്ങേ മാത്രം സ്നേഹിച്ച് അങ്ങേക്ക് കീഴ്പ്പെട്ടിരിക്കും. സ്നേഹമത്സരവും വിശ്വസ്തരും അതിനപ്പുറമായ വേറെ ബന്ധം ചെയ്തിട്ടുണ്ടാകാതെ സൂക്ഷിച്ച് വിശ്വസ്തം ജീവിക്കുന്നെങ്കിൽ പരസ്പരമുള്ള വിശ്വാസം നിലനിർത്താൻ കഴിയും. പരസ്പരമുള്ള വിശ്വാസമുള്ളതായിരിക്കണം. 5-ാമതായ അനുഗ്രഹം എന്ന് പറയുന്നത് പരസ്പരമുള്ള ഐക്യതയാണ്. കൊലോസ്യയിലെ 3-ാം 2-ാം വായിക്കുമ്പോൾ അവിടെ ഒരു ഭാര്യ ഭർത്താവിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാൻ കഴിയും. കുടുംബജീവിതം അനുഗ്രഹമായിരിക്കണമെങ്കിൽ ഭാര്യ ഭർത്താവും ഐക്യമായിരിക്കും, ഒരിക്കലും കയ്പായിരിക്കരുത്. ഒരു ദിവസം പോലെ നേരിട്ട് പിണങ്ങിയിരിക്കരുത്. കേട്ടോ മിസ്സി, ഒരു ദിവസം പോലെ നേരിട്ട് പിണങ്ങിയിരിക്കുന്നത് ഐക്യമായിരിക്കും. കുടുംബജീവിതം പറയുന്നത് സുഖവും ദുഃഖവും സാക്ഷിയും ഉയർച്ചയൊക്കെ നല്ലതാണ്. ചില സമർത്ഥ്യായി ചില പോരായി വരും. സമർത്ഥ്യായി വലിയ സ്നേഹമാണ്. പോരായി വരുമ്പോൾ പരസ്പരം കുറ്റവും പറഞ്ഞ് മുഖം ഉയർപ്പിച്ച് മിണ്ടാതെ ചിലരെടുക്കാതെ കഞ്ഞി വയ്ക്കാതെ ഇങ്ങനെ പിണങ്ങിയിരുന്നാൽ കുടുംബജീവിതം സന്തോഷമായിരിക്കും? അല്ല. ആകെ എപ്പോഴും കുടുംബത്തിൽ ഐക്യമായിരിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ ഒരിക്കലും പോലും പിണങ്ങിയിരിക്കരുത്. ഒരു ദിവസം പോലും എന്തെങ്കിലും പിണങ്ങിയിരിക്കരുത്. ഐക്യമായി ഒന്നായിരിക്കുക. ഏത് വിഷയമുണ്ടെങ്കിലും ദൈവത്തിൽ പ്രാർത്ഥിക്കുക. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട. എല്ലാറ്റിനും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തിൽ അറിയിക്കത്തിൽ വേണ്ടതിനാൽ സകല ബുദ്ധിയെ കഴിയുന്ന ദൈവ സമാധാനം നിങ്ങളെ ഇതിനോട് കാക്കും. എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ ശേഷിയിൽ ഗുണമാ തീർച്ചയായിട്ടുമെന്ന് വെളിപ്പെടുന്നാലിൻ്റെ 6-7 വാക്യം വായിക്കുമ്പോൾ 8-ാം വാക്യം വായിക്കുമ്പോൾ കാണാൻ കഴിയുകയാണ്. ആകെ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് കഥാസ്വാദത്തിൽ പരസ്പരമായ വിശ്വാസവും പരസ്പരമായ സ്നേഹവും ഐക്യവും നഷ്ടപ്പെടുത്തി കളയാതെ ഒരു നല്ല അനുഗ്രഹിക്കുന്ന കുടുംബജീവിതം നയിപ്പാൻ ദൈവത്തെ സഹായിക്കട്ടെ. ജീവിതത്തിൽ പ്രതീക്ഷിക്കുന്നതായ പ്രിയപ്പെട്ട കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹം തരുവാൻ, അവരുടെ ഭാവജീവിതം ശോഭനമാക്കി തരുവാൻ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ചെയ്യണം.
ദൈവമാണ് ബന്ധത്തിൽ പ്രാർത്ഥന ചെയ്യുന്നവരായി കർത്താവ് സ്വാതന്ത്ര്യം പരസ്പരമായ ആ ബഹുമാനവും പരസ്പര വിശ്വാസവും പരസ്പരമായ ഐക്യതയും നിലനിർത്തിക്കൊണ്ട് അനുഗ്രഹിക്കപ്പെടന്മാരുടെ തീരട്ടെ. ഐക്യതയ്ക്ക് കൊണ്ടം വരരുത്. ഐക്യതയിൽ പറയുമ്പോൾ ഭർത്താവ് തലയും ഭാര്യ ശരീരവും. ഡിസിക്ക് ഇതിലെ തലയില്ലായിരുന്നു. ഡിസിക്ക് തല കൊടുക്കുക. ഡിസിക്ക് തലേതാ ഒരിക്കലും എല്ലാ ഭാര്യമാരെ ഓർത്തോളം നിങ്ങളുടെ തല നിങ്ങളുടെ ഭർത്താക്കൻ തല മുകളിലും ശരീരം താഴെയിരിക്കണം. ഭർത്താവിന് കീഴിലിട്ട് ഭാര്യ ഇരിക്കുകയാണ്. തലയും ശരീരം ഒന്നായിരിക്കുന്നതിന് മാത്രമേ ജീവൻ നിലനിർത്താൻ കഴിയുകയുള്ളൂ. അതുപോലെ ഭാര്യ ഭർത്താവും ഐക്യമായിരിക്കുന്നതിൽ മാത്രമേ കുടുംബജീവിതം നിലനിർത്താൻ അനുഗ്രഹത്തിന് കഴിയുകയുള്ളൂ. ആകയാൽ ഭർത്താവ് തലയും ഭാര്യ ശരീരവും 5-ാം അധ്യായം 23-ാം വാക്യം വായിക്കുമ്പോൾ ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. തലയോട് ചേർന്ന് ശരീരം ഇരിക്കണം. തലയ്ക്ക് കീഴ്പ്പെട്ട് ശരീരം ഇരിക്കണം. ഭർത്താവിന് കീഴ്പ്പെട്ട് ഭർത്താവിനോട് ചേർന്ന് ഒന്നായി ഐക്യമായിരിക്കുന്ന ജീവിതം ആ കുടുംബത്തിൽ ഏറ്റവും അനുഗ്രഹത്തിന് കഴിയും. അവരെ അനുഗ്രഹിക്കുന്ന കുടുംബം നയിച്ച് കർത്താവിന്റെ ശരീരം കർത്താവിന്റെ രാജ്യത്തിൽ കർത്താവിനോട് ദൈവമായി വേണ്ടി ചെയ്യണം. കർത്താവ് സ്വന്തം ഒരു ഭാര്യ ഭർത്താവിനെ ചെറിയ ഓർപ്പിച്ച് അഭിപ്രായം എഴുതിയിരിക്കുന്നു. ഈ മരണം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും വിദേശത്തിനെ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ഭർത്താവ് കർത്താവായ യേശുക്രിസ്തുവിന്റെ നിഴലും ഈ ഭാര്യ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുസഭയ്ക്ക് നിഴലാണ്. കർത്താവ് സ്തോത്രം. 5:32 വാക്യം വായിക്കുമ്പോൾ ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. കർത്താവ് സ്തോത്രം. ഈ ഭർത്താവ് കർത്താവായ യേശുക്രിസ്തുവിന്റെ നിഴലും ഈ ഭാര്യ കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുസഭയ്ക്ക് നിഴലാണ്. അതാണ് നാം ഒടുവിലാഴ്ചയുടെ കേട്ട വേദഭാഗത്തിൽ നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവരുടെ മുഖത്ത് കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നല്ലോ അനകാതെയും തന്നെ അറിയിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആത്മാ മണവാളനായി എത്രയും വെളിപ്പെടുവാൻ പോവുകയാണ്. കർത്താവായ യേശുക്രിസ്തു ആത്മ മണവാളനായി വെളിപ്പെടുമ്പോൾ കർത്താവിന്റെ മണവാട്ടിയെ തീരുവാൻ നാം എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ്. കർത്താവ് സ്വാതന്ത്ര്യം ചെയ്യുന്നത് ഈ വിവാഹം നടത്തുവാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. സഹോദരങ്ങൾ തമ്മിൽ വിവാഹം ആലോചിച്ച് ഉറപ്പിച്ചു. ഈ വിവാഹ ദിവസത്തിൽ ഉറപ്പിച്ച ദിവസത്തിലേക്ക് വന്നിരിക്കുകയാണ്. കർത്താവ് ദൈവത്തിനെ ഒരു കുട്ടിയെ ഒന്നാമത്തെ പോവുകയാണ്. അതുപോലെ കർത്താവായ യേശുക്രിസ്തുവിനെ മണവാട്ടിയെ തീരുവാൻ ഒരു വിവാഹം ഉറപ്പിക്കണം. അത് അച്ചാരം കൈമാറണം. ആ അച്ചാരം ഏതാണ്? പരിശുദ്ധാത്മ എന്ന അച്ചാരം ഹൃദയത്തിൽ പ്രാപിക്കണം. പരിശുദ്ധാത്മ എന്ന അച്ചാരം ഹൃദയത്തിൽ പ്രാപിച്ചതായ ദൈവമക്കൾക്ക് മാത്രമേ കർത്താവായ യേശുക്രിസ്തുവിന്റെ മണവാട്ടിയെ തീരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഇവിടെ നിന്ന് പോകാതെ എന്നോട് കേട്ടതായ പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. പരിശുദ്ധാത്മാവിനോട് വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഭൂമിയറ്റത്തോളം പോയി സാക്ഷിയാക്കി നാം യേശു പറയുണ്ടായി. ആ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിച്ച ദൈവമക്കൾ അവരാണ് കർത്താവിനെ കാന്തിയായി തീരാൻ പോകുന്നത്. ആകെ കർത്താവായ മണവാട്ടിയെ തീരണമെങ്കിൽ ആ പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കാൻ എന്താ ചെയ്യേണ്ടത്? പത്രോസ് അപ്പോസ്തലൻ പ്രകാരം പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി, എന്നാൽ പരിശുദ്ധാത്മാവെന്ന അച്ചാരം ലഭിക്കും. കർത്താവായ യേശുവിനെ മണവാട്ടിയാക്കുന്നെങ്കിൽ ഒന്നാമതായി മാനസാന്തരപ്പെടണം. 2 വചനത്തോടുകൂടി ജലസ്നാനത്താൽ വിശുദ്ധീകരിക്കപ്പെടണം. 3-ാമതായി പരിശുദ്ധാത്മാവെന്ന അച്ചാര ഹൃദയത്തിൽ പ്രാപിക്കണം. പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിച്ച വിവാഹം ഉറപ്പുവരിക. ആ വധുവരന്മാർ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി വന്നിരിക്കുകയാണ്. അതുപോലെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ പ്രാപിച്ച ദൈവമക്കൾ കർത്താവിന്റെ വരവിനെ ഒരുങ്ങി കാത്തിരിക്കണം. തനിക്കായി കാത്തിരിക്കുന്നതിന് കർത്താവായ യേശുക്രിസ്തു രണ്ടാമത് പ്രത്യക്ഷമാകുമെന്ന് ഫെബ്രുവരി 10-9-28 വായിക്കുമ്പോൾ കാണാൻ കഴിയുകയാണ്. ഒരുങ്ങി കാത്തിരിക്കുന്നതായ വിശുദ്ധ ഗണങ്ങളെ ചേർക്കുവാൻ ആത്മമണവാളനായ കർത്താവായ യേശുക്രിസ്തു വെളിപ്പെടാൻ പോകുകയാണ്. ക്രിസ്തീയ ലോകത്തെ ദൈവമക്കൾ സന്തോഷവും പ്രത്യാശയും അതൊന്നു മാത്രമാണ്. കർത്താവായ യേശുക്രിസ്തു ആത്മമണവാളനായി എത്രയും വെളിപ്പെടാൻ പോകുന്നു. കർത്താവായ യേശുക്രിസ്തു ആത്മമണവാളനായി വെളിപ്പെടുമ്പോൾ കർത്താവിന്റെ മണവാട്ടിയെ തീരുവാൻ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമതായി മാനസാന്തരപ്പെടണം. വചനത്തോടു കൂടി ജലസ്നാനം വിശുദ്ധീകരിച്ച് കർത്താവ് സ്വന്തം ജീവിതത്തിൽ നല്ലൊരു സാക്ഷ്യം പ്രാപിക്കണം. പരിശുദ്ധാത്മാവെന്ന ആചാര കാര്യത്തിൽ പ്രാപിക്കണം. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ നിലനിൽക്കണം.
ചുരുക്കം മുതൽ ഒന്നുമില്ലാത്തവരായി കർത്താവിന്റെ വരവിനായി ഒരുങ്ങി കാത്തിരിക്കണം. അവരെ ഒരുക്കുവാനായി സഭയിൽ 5 വിധമായ ഉദ്യോഗസ്ഥന്മാരെയും 8 വിധമായ ശുശ്രൂഷകളെയും 9 വിധമായ പ്രലോഭനങ്ങളെയും നൽകിയിരിക്കുകയാണ്. ആ ശുശ്രൂഷയാൽ കർത്താവിന്റെ വരവിനായി ആകാംക്ഷയോടെ ഒരുങ്ങി കാത്തിരിക്കുന്നതായ വിശുദ്ധങ്ങളെ ചേർക്കുവാൻ കർത്താവായ യേശുക്രിസ്തു ആത്മമണവനായി വെളിപ്പെടാൻ പോവുകയാണ്. ലോകസഭകളിൽ നമ്മൾ വിസർജിച്ചിരിക്കുന്നു. ആകയാൽ നാം എല്ലാവരും കർത്താവായ പ്രയോഗ്യമില്ലാത്തതിനായി ഒരുക്കപ്പെടുവാൻ വലിയ മാനസാന്തരപ്പെടാത്ത ആരെങ്കിലും മാനസാന്തരപ്പെട്ടുകൊള്ളണം. സ്നാനക്കാതെ സ്നാനപ്പെട്ടുകൊള്ളണം. പക്ഷേ ലക്ഷ്യം പ്രാപിക്കണം. അവിടെ ഞങ്ങൾ അവർ മാനസാന്തരപ്പെട്ടവരാണ്, വിശ്വസിച്ച് ആനവിറ്റവരാണ്, പരിശുദ്ധ ശക്തി പ്രാപിച്ചവരാണ്, നിലനിൽക്കുന്നവരാണ്. അവരുടെ ജീവിതത്തിൽ പ്രത്യാശയുണ്ട്. കർത്താവായ യേശുക്രിസ്തു ആത്മാവനായി വെളിപ്പെടും. കർത്താവായ യേശു വെളിപ്പെടുമ്പോൾ താൻ ഒണാട്ടിയായി എന്നെ ചേർക്കുന്ന പ്രത്യാശയുണ്ട്. പ്രത്യാശയുണ്ടല്ലോ ഉണ്ട്. കർത്താസ്തോത്രം. ആ പ്രത്യാശയോടെ കർത്താവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നതായ പ്രിയ കുഞ്ഞുങ്ങളാണ് നമ്മുടെ മനോഹരമാട്ടിയും. കർത്താവിനെ അനുഗ്രഹിക്കട്ടെ. അവരുടെ ഭാവിയിൽ ശോഭനത്തിരട്ടെ. കുടുംബ ആവശ്യം എല്ലാ നന്മകളും അവർ വേണ്ടതിനായി ദൈവം അവരെ അനുഗ്രഹിക്കുന്നതിനായി നമുക്ക് എല്ലാവരും നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വിവാഹബന്ധം ഇരുവരുടെ അനുഗ്രഹം തീരുവാൻ അവരുടെ ഭാവിയിൽ ശോഭനം തീരുവാൻ ദൈവം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം തന്നെ അവരെ അനുഗ്രഹിക്കുക. അനുഗ്രഹിക്കുന്നതായ ഒരു കുടുംബത്തിൽ നയിച്ചാൽ അവർ പ്രായപ്പാൻ പോകുന്നതായ നിത്യ സന്തോഷത്തെക്കുറിച്ച് നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ വിവാഹ ശുശ്രൂഷയുടെ പ്രധാന ഭാഗത്തേക്ക് നാം കടന്നുവന്നിരിക്കുകയാണ്. ഏതേ പ്രദേശിൽ ഇറങ്ങി വന്ന് ആദാം ഹവ്വയെ കൂട്ടിയോജിപ്പിച്ച് ഒരു കുടുംബമാക്കി തീർത്തപോലെ ഈ സമയത്തോട്ടത്തിൽ ദൈവം തന്നെ അദൃശ്യകരമായി ഈ പ്രിയ വധുവരന്മാരെ കൂട്ടിയോജിപ്പിച്ച് ഒരു കുടുംബമാക്കി തീർക്കാൻ പോവുകയാണ്. അവർ രണ്ടുപേരും എഴുതിയിരുന്ന് പലകരങ്ങൾ ചേർത്ത് പരസ്പരം ദൈവമായി ചിനായ ഉടമ്പടി വാചകത്തിന്റെ സ്വർഗസ്ഥനാ ദൈവത്തിനെ മുന്നിൽ വെച്ച് ദൈവം തന്നെ ഒരു കുട്ടിയോജിപ്പിച്ച് ഒരു കുടുംബമാക്കി തീർക്കുകയാണ്. ഈ ശുശ്രൂഷയ്ക്ക് അക്ഷരമായ വസ്തുക്കളൊന്നും നാം ഉപയോഗിക്കുന്നില്ല. സാധാരണ വിവാഹ ശുശ്രൂഷയ്ക്ക് പൂമാല അണിയുക, മിന്നുമാല കെട്ടുക, മന്ത്രോട് കൈമാറുക, മോതിരം അണിയുക, ഇങ്ങനെ ചില ചടങ്ങുകളൊക്കെ ഉണ്ട്. എന്നാൽ ഇവിടെ ഞങ്ങളുടെ യാതൊരു ചടങ്ങുകളില്ല. പൂ വാടിപ്പോകും, പൊന്നു മങ്ങിപ്പോകും, മന്ത്രോട് കീറിപ്പോകും. അതൊന്നും നിലനിൽക്കുന്നതല്ല. എന്നാൽ നിലനിൽക്കുന്ന ഒന്നിനെ കൊണ്ടാണ് ഇവരെ ദൈവം കൂട്ടിയോജിപ്പിക്കുന്നത്. എന്താണ് നിലനിൽക്കുന്നത്? അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, വിശ്വാസ, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം. സ്നേഹത്തലയിൽ ഒന്നാക്കി തീർക്കാൻ കഴിയാണ്. ഇവർ രണ്ടുപേരും വലക്കരം ചേർത്ത് പരിശ്രമം ചെയ്തോട് ഒരു വാചകത്തിന്റെ ദൈവം മന്ദിരം കുട്ടിയോജിപ്പിച്ച് ഒരു കുടുംബമാക്കി തീർക്കുകയാണ്. ഈ ദൈവരെ കുട്ടിയോജിപ്പിച്ച് അനുഗ്രഹിക്കുന്നതിനായി എല്ലാ ദൈവങ്ങളും പ്രാർത്ഥനയോടെ പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ കേൾക്കുക. ദൈവത്തോട് മൗനമായി പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾ വലക്കരങ്ങൾ ചേർത്ത് പരസ്പരം ദൈവമാച്ചതായ ഉടമ്പടി വാചകം അവരിൽ നിന്ന് വിശ്വസ്തയോടെ പാലിച്ച് സ്നേഹത്തിലും അനുസരണത്തിലും ബഹുമാനത്തിലും വിശ്വാസത്തിലും ഐക്യത്തിലും ദൈവമായുള്ള ബന്ധത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം അനാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങളുടെ പകരണമേ എന്ന് ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇവിടെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുത്രാതകൾ, കുട്ടിവിശ്വാസികൾ, ശിശുക്കൾ എല്ലാവരും തലങ്ങളെ വണക്കി അവിടെ പ്രിയപ്പെട്ടവർക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. അവർ ചെയ്ത ഉടമ്പടി വാചകം അവരിൽ നിന്ന് പാലിച്ചുകൊണ്ട് വിശ്വസ്തയോടെ ഒരു അനുഗ്രഹിക്കുന്ന നല്ല കുടുംബജീവിതം ആവശ്യമായ കൃപയും ജ്ഞാനവും ദൈവികമായ അനുഗ്രഹങ്ങൾ അവരുടെ പകരനായി മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവരും ചേർന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാം ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സഹായം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കുന്നതിന് കഴിയും. എല്ലാം ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, കർത്താവേ, നമ്മുടെ സഹോദരങ്ങൾ ശ്രമിക്കുന്ന നമുക്ക് കർത്താവേ, ചെയ്യുന്നവരുടെ വാചകം മനോപരിത വിശ്വസത്തോടെ പാലിച്ച് സ്നേഹത്തിനനുസരിച്ച് ആചരിച്ച് അനുഗ്രഹിക്കുന്ന നല്ല കുടുംബജീവിതത്തിന് ആവശ്യമായ എല്ലാ കൃപകളുടെയും പകരം ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ നിങ്ങൾ അതിനെ കർത്താവിനെ കുറിച്ച് യോജിപ്പിച്ച് ഒരു കുടുംബമാക്കി തീർക്കണം. ശുശ്രൂഷ കർത്താവ് നടത്തും. ഏകദേശിക്കുന്നു യേശുനാമത്തിൽ. ആമേൻ. Come
സുഖത്തിലും സമ്പത്തിലുണ്ടായിരിക്കണം. യോശയും കാഴ്ചയിലും കർത്താവ് നടത്തുന്ന ഏത് പാതയിലും പിന്നോട് മാത്രം ചേർന്നിരുന്ന് പിന്നെ മാത്രം സ്നേഹിച്ച് ബഹുമാനിച്ച് ഒരു ഭർത്താവായി ചെയ്തതായ എല്ലാ കടപ്പാടും ചെയ്തുകൊണ്ടാകുന്നു. കാരണത്താലല്ലാതെ യാതൊരു കാരണത്താലും നാം തമ്മിൽ വേർപിരിയുകയില്ലായിരുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ ശ്രേഷ്ഠമായി പ്രദർശിച്ച് വിശുദ്ധ സഭയിൽ വെച്ച് ഞാൻ പുറപ്പെട്ടു നൽകിക്കുന്നു. എന്റെ മക്കളായ അഭിനയിച്ചുള്ളൂ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും കർത്താവ് നമ്മെ നടത്തുന്ന ഏത് പാതയിലും അങ്ങയുടെ മാത്രം ചേർന്നിരുന്ന് അങ്ങയെ മാത്രം സ്നേഹിച്ച് ബഹുമാനിച്ച് കീഴ്പ്പെട്ട് അനുസരിച്ച് ഒരു ഭാര്യ ഭർത്താവിന് ചെയ്യേണ്ടതായ എല്ലാ കടപ്പാടും ചെയ്തു കൊള്ളാമെന്ന് മരണത്താൽ അല്ലാതെ യാതൊരു കാരണത്താലും നാം തമ്മിൽ വേർപിരിയില്ല എന്നും പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ശ്രേഷ്ഠ ദൂതന്മാരെ സാക്ഷി നൽകി വിശുദ്ധ സഭയിൽ വെച്ച് ഞാൻ അങ്ങേക്ക് ഉടമ്പടി നടന്നുകൊള്ളുന്നു. ദൈവം തന്നെ മുദ്രവെച്ച് ദൈവം തന്നെ എടുക്കുട്ടി യോജിപ്പിച്ച് ഭാര്യ ഭർത്താക്കന്മാരാക്കി തീർത്തിരിക്കുകയാണ്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യർ വേർതിരിക്കരുത്. ഇവർക്ക് തമ്മിലോ ഇവരുടെ മാതാപിതാക്കൾ തമ്മിലോ ഈ ശുശ്രൂഷ നടത്തിക്കൊടുത്ത ഞങ്ങൾക്കോ ആർക്കും തന്നെ ഈ വിവാഹ ബന്ധത്തെ വേർപെടുത്തുവാൻ അധികാരവും അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല. ദൈവം ഇവരെ വേർതിരിക്കുന്നവരെയും സ്നേഹത്തിലും അനുസരണത്തിലും ബഹുമാനത്തിലും വിശ്വാസത്തിലും ഐക്യയിലും ഒന്നാം ജീവിച്ച് അനുഗ്രഹിയുടെ പ്രവചിതേക്കാൾ ദൈവത്തെ സഹായിക്കട്ടെ. കർത്താവ് സ്തോത്രം. വിവാഹ മോചനം എന്നുള്ള ദൈവവും ദൈവസഭയും അംഗീകരിക്കുന്നതൊന്നല്ല. ഒരാൾക്ക് പ്രവാചകൻ പ്രവർത്തിക്കുന്നു, യൗവനത്തിലെ ഭാര്യയുടെ അവിശ്വസ്ത കാണിക്കരുത്, യഹോവയായ ദൈവം ഉപേക്ഷണം വെറുക്കുന്നു എന്നെഴുതിയിരിക്കുകയാണ്. ഉപേക്ഷണം ഉപേക്ഷണം വെറുക്കുന്നു. ഭാര്യ ഉപേക്ഷിച്ച് വേറെത്തിനെ വാങ്ങിക്കാൻ അനുവാദമില്ല. ഭർത്താവ് ഉപേക്ഷിച്ച് വേറെത്തിനെ വാങ്ങിക്കാൻ അനുവാദമില്ല. അത് വിചാര കുറ്റമാണ്. ഭർത്താവ് യേശുക്രിസ്തു ഒരിക്കൽ പറയുകയുണ്ടായി. അക്കോശേഷം ഭർത്താവ് 15 വാക്യം വായിക്കുമ്പോൾ വ്യഭിചാരികൾ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. ഭാര്യ ഉപേക്ഷിച്ച് വേറെ ഭാര്യ വാങ്ങിച്ചാൽ അവർ ദൈവരാജ്യത്തിൽ പോവുകയില്ല, നരകത്തിലേ പോവുകയുള്ളൂ. ഓർത്തോണം. അയാൾ വിവാഹ മോചനം ദൈവം അംഗീകരിക്കുന്നതല്ല. പരീക്ഷന്മാർ ഒരിക്കൽ ഈശ്വരത്തിൽ വന്ന് ചില ചോദ്യം ചോദിക്കുകയുണ്ടായി. ഏത് കാരണം ചൊല്ലി ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിന് യേശു മറുപടി പറയുന്നത് മത്തായി സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 3 വാക്യങ്ങൾ. പരീക്ഷന്മാർ അവന്റെ അടുക്കൽ വന്ന് ഏത് കാരണം ചൊല്ലി ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അതിന് അവൻ ശിക്ഷിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുവാൻ ശിക്ഷിച്ചു എന്നും അതിനിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയുടെ ഭാര്യയോട് പറ്റി ചേരും, ഇരുവരും ഒരു ദേഹവാൻ തീരുമെന്ന് അല്ലിച്ചതിൽ നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹത്തിലെ ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർതിരിക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവ് സ്തോത്രം. ദൈവം യോജിപ്പിച്ചതിന് മനുഷ്യർ വേർതിരിക്കരുത്. മേലാൽ ഇവർ രണ്ടല്ല ഒരു ദേഹത്തിലെ. കർത്താവ് സ്തോത്രം. ഒന്നാലോചിച്ച് ഐക്യമാലോചിച്ച് അനുഗ്രഹിക്കുന്നതായ ഒരു നല്ല പ്രവചനം പലരും സഹായിക്കട്ടെ. വിവാഹ മോചനം ദൈവവും ദേശവും അംഗീകരിക്കുന്നില്ല. അത് അവരെ കുട്ടിയോജിച്ച് ഉടമാവും അകത്തെത്തിരിക്കുന്നു. മണ്ണവരും ഒന്നാലോചിച്ച് ഐക്യമാലോചിച്ച് അനുഗ്രഹിക്കുന്ന പ്രവചനം കണ്ടാക്കനായി ദൈവത്തെ സഹായിക്കുന്ന എല്ലാ ആചാരം പ്രാർത്ഥിക്കുക.
കർത്താവേ നല്ലൊരു സ്വാതന്ത്ര്യം ചോദിക്കുന്നു കർത്താവേ എന്നെ മക്കൾ ചേർത്ത് പരസ്പരം ദൈവാചരുടെ പരിപാലനത്തിന് സ്വർഗത്തിലാദ്യം മന്ദിരക്ഷണ കുട്ടിയോദിപ്പിച്ച് ഭാര്യാഭർത്താക്കന്മാരാക്കി തീർത്തിരിക്കാതെ സ്തുതിക്കുന്നത് കർത്താവേ ദൈവം യോജിപ്പിച്ച മനുഷ്യ പേരിരിക്കുന്ന പോലെ ജീവിച്ച് അനുഗ്രഹിക്കുന്നു നല്ല കൃപ ആവശ്യം എല്ലാ കൃപകളും ആവശ്യകാര്യങ്ങളെല്ലാം പുറത്ത് നിന്റെ ആലോചനകൾ അനുഗ്രഹിക്കണമേ ഒരു പിതാക്കളെ മാതാക്കളെ അനുഗ്രഹിച്ചില്ല ദൈവം ഒരു കുടുംബത്തിന്റെ ആവശ്യമില്ല തന്നോട് പ്രാർത്ഥിക്കുന്ന എല്ലാവരും ആത്മമണവാളായ യേശുവിനെ വിടുമ്പോൾ മത്താനമളവാക്കിയാൽ ഒരുക്കപ്പെടുവാൻ നമുക്ക് ഒരുക്കടെ സഹായികളെ എല്ലാം നമ്മൾ ആദരിക്കും ദൈവങ്ങളെ ഏൽപ്പിക്കുന്നു യേശുവാണ് ഭാര്യ ഭർത്താക്കന്മാരാക്കി തീർത്തിരിക്കുക ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യർ വേർതിരിക്കരുത് ഇവർക്ക് തമ്മിലുമോ ഞങ്ങൾക്കോ ആർക്കും തന്നെ വിവാഹബന്ധത്തെ വേർപെടുത്തുവാൻ അധികാരമില്ല മരണവരുന്ന ഇവരൊന്നാം ജീവിച്ച് ഐക്യമായിരിക്കണം കത്ത മാത്രമല്ല ഇവർക്കായി അറിയിക്കുക മേലാൽ ഇവർ ഭാര്യ ഭർത്താക്കന്മാരെന്ന് അറിയപ്പെടും ഭാര്യ ഭർത്താക്കന്മാരാക്കിയിരുന്നവർ അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഭയങ്കരതായ പ്രമാണങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ സുഖത്തിനോ എഴുതിയപ്പോൾ ഇപ്രകാരപ്പിക്കുന്നു എന്ന് പറയുന്നത് 7-ാമത്തെ 1-2 വാക്യം വായിക്കുമ്പോൾ ഭർത്താവ് ഭാര്യയ്ക്കും ഭാര്യ ഭർത്താവിനും കടപ്പെട്ടവർ ചെയ്യണം. ഭാര്യയുടെ ശരീരത്തിന്മേൽ അവരെല്ലാം അവർ സ്വന്തം ശരീരത്തെ പോലെ പരസ്പരം സ്നേഹിക്കുകയും സഹായിക്കുകയും ഐക്യമായിരിക്കുകയും ചെയ്യണം. തക്കത്തുണയായിരിക്കുകയാണ്. കഥാസ്വാദന തക്കത്തുണയായിരുന്ന ശരീരത്തെ പോലെ സ്നേഹിച്ച് അനുഗ്രഹിക്കുന്ന കുടുംബത്തെ പലതിനെ സഹായിക്കട്ടെ. കഥാസ്വാദന വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലമായിരിക്കുന്നു. ഇതൊരു മാന്യമായ വിവാഹമായതുകൊണ്ടാണ് നാം എല്ലാവരും നടന്നത്. മാന്യമല്ലാത്ത വിവാഹങ്ങളോട് നടക്കുന്ന മാതാപിതാക്കൾ അറിയാതെ, സഹോദരങ്ങൾ അറിയാതെ, ബന്ധുക്കൾ അറിയാതെ, ആരോഗ്യമല്ലാതെ ചില വിവാഹങ്ങൾ ലോകത്ത് നടക്കുന്നത്. അത് മാന്യമായ വിവാഹമല്ല. ഇതൊരു മാന്യമായ വിവാഹമാണ്. മാതാപിതാക്കൾ സഹോദരങ്ങളെല്ലാം ചേർന്ന് ആലോചിച്ചുറപ്പിച്ച് ദൈവ സാന്നിധ്യത്തിൽ നടത്തുന്ന വിവാഹമില്ലാതെ മാന്യമായിരിക്കണം. സകലത്തിന് ക്ഷമന്മാരായി പ്രതിഷ്ഠിച്ചിരിക്കുന്നതായ ശ്രേഷ്ഠയുടെ അനുഭവത്തെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു പറയുകയുണ്ടായി. കർത്താവ് ചോദിക്കുന്നു 12 വാക്യം വായിക്കുമ്പോൾ ക്ഷണന്മാരായ ക്ഷണന്മാരുണ്ട്, മനുഷ്യ ക്ഷണന്മാരുണ്ട്, സ്വർഗരാജ്യത്തിൽ ഞങ്ങളത്തിൻ്റെ ക്ഷണന്മാരാകത്തെ ക്ഷണന്മാർ. സ്വർഗരാജ്യത്വം വിവാഹം വേണ്ട, ദൈവത്തെ ജീവിച്ചാൽ മതി, ഒരു തീരുമാനത്തോടുകൂടി ജീവിക്കുന്നതായ ശ്രേഷ്ഠയുടെ ഒരു ശുശ്രൂഷ ദൈവം ഒരുക്കിയിരിക്കുന്നു. കർത്താവ് ചോദിക്കുന്നു. അതുകൊണ്ടാണ് 1 Corinthians 7-32 വാക്യം വായിക്കുമ്പോൾ വിവാഹം കഴിക്കാത്തവൻ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് വെച്ച് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. വിവാഹം ചെയ്തവൻ ഭാര്യയെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. വിവാഹം കഴിയാത്തവൾ ശരീരത്തിലും ആത്മാവിലും വിശുദ്ധിയാകേണ്ടതിന് കർത്താവിനുള്ളത് ചിന്തിക്കുന്നു. വിവാഹം കഴിഞ്ഞവൾ ഭർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കും എന്ന് വെച്ച് ലോകത്തിനുള്ളത് ചിന്തിക്കുന്നു. വിവാഹം കഴിക്കാതെ കർത്താവിനെ മാത്രം പ്രസാദിപ്പിച്ച് ഒരു വിശുദ്ധമായ ജീവിതം കർത്താവിനെ സേവ ചെയ്ത് ദൈവത്തിന്റെ ഒരുപാട് താല്പര്യത്തോടുകൂടെ അതിനാ വിളിക്കപ്പെട്ട അനേക ശുശ്രൂഷകരെ നമുക്ക് കാണാൻ കഴിയും. കർത്താവ് സ്വാധീനം അതിനാ വിളിക്കപ്പെട്ടതായ അങ്ങനെ ശുശ്രൂഷ ചെയ്യട്ടെ. കർത്താവ് സ്വാധീനം വിവാഹം കഴിച്ച് കുടുംബത്തിലാണ് ജീവിക്കാൻ വിളിക്കപ്പെട്ടവർ അങ്ങനെ ജീവിക്കുന്നു. കർത്താവ് സ്വത്രം വിളിക്ക് യോഗ്യമാണ് ജീവിക്കാൻ ദൈവം സഹായിക്കട്ടെ. കർത്താവ് സ്വാധീനം വിവാഹം കഴിക്കാതെ കർത്താവിനെ ശുശ്രൂഷ ബന്ധം നാമനിമിത്തം വിവാഹം കഴിക്കാതെ ജീവിക്കുന്ന ശ്രേഷ്ഠ അത് ഏറെ നല്ലതെന്നാണ് അപ്പോസ്തലന്മാരോട് സമർപ്പിക്കുന്നത്. വിവാഹത്തിനെ ശുശ്രൂഷ ചെയ്തത് അപ്പോസ്തലന്മാരിൽ അനേകരും വിവാഹം കഴിക്കാതെ താൻ ശുശ്രൂഷ താൻ പ്രവർത്തിച്ചവരാണ്. അതിനാ വിളിക്കപ്പെട്ട അങ്ങനെ ചെയ്യട്ടെ. കുടുംബത്തിനാ വിളിക്കപ്പെട്ടവർ കുടുംബത്തിലായിരിക്കണം.
വിവാഹമില്ലാത്ത മാന്യം കിടക്ക നിർമ്മലമായിരിക്കും എന്ന് പറഞ്ഞാൽ തുടർന്നുള്ള ജീവിതം നിർമ്മലമായിരിക്കും. തുടർന്നുള്ള ഭാര്യയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും ചെയ്ത ഉടമ്പടി വാചകം മരണമരുന്ന പാലിച്ചുള്ളൂ. ഞാൻ നിന്നെ മാത്രം സ്നേഹിച്ച് എന്നോട് മാത്രം ജനിക്കും. ഞാൻ അങ്ങേ മാത്രം സ്നേഹിച്ച് അങ്ങേ കീഴ്പ്പെട്ടിരിക്കും. ഇതിനപ്പുറമായ ഒരു ബന്ധമുണ്ടാകാതെ ജീവിക്കും. അതാണ് നിർമ്മലമായിരിക്കുന്നവരുടെ ഉദ്ദേശം. നിർമ്മലമായ കുടുംബജീവിതം കുടുംബജീവിതത്തിനുവാൻ തലമുറകളെ കണ്ണുപയോഗിച്ച് മാറ്റപ്പെടുത്തുവാൻ ആ ദൈവം അനുഗ്രഹിക്കുന്നതിനായി എല്ലാ നന്മകളുടെ പകരണത്തിനായി നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ നാം പ്രാർത്ഥിക്കണം. കർത്താവ് ചോദിച്ചു ആവശ്യമില്ല നന്മകളുടെ പകരണത്തിനായി നമുക്ക് അവരുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥിക്കാം. 128 സംഘത്തിന് വായിക്കണം. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്നവനും ഭാഗ്യവാൻ. നിന്റെ കൈയുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെ നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകുന്നു. പ്രകാരം സിയോൻ അല്ലെങ്കിൽ നന്മയും എവിടെമേൽ പകരണത്തിനായി എല്ലാ പ്രിയപ്പെട്ടവരുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥിക്കുന്ന തോന്നുക. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്ന അവന് ഭാഗ്യവാൻ. നിന്റെ കയ്യിലെ ത്വരവരഞ്ഞ ചിഹ്നം നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും മക്കൾ മേശയ്ക്കും ഒലിവ് പോലെയും കാണപ്പെടും. യഹോവ ഭക്തനായ ഋഷിനെ അനുഗ്രഹിക്കപ്പെട്ടവനാക്കിയാലും യഹോവ ശിവനിൽ നിന്ന് അനുഗ്രഹിക്കും. ഇസ്രായേൽ തന്നെ നീ കാണും. മക്കളുടെ മക്കളെ നീ കാണുന്നുള്ള വാക്ക് പ്രകാരം യഹോവയുടെ നാമയുടെ വെച്ച് അവരെ അനുഗ്രഹിക്കേണ്ടവയാണ്. ദൈവരെ അനുഗ്രഹിക്കുന്നതിനായി ഒരൊക്കെ ചെയ്തിട്ട് അനുഗ്രഹത്തിനായി എല്ലാ ദൈവപ്രാർത്ഥനയോടെ ആയിരിക്കണം. ഓർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനയോടെ ആയിരിക്കാം. സ്വർഗത്തിനാഥയും മുദ്രത്തിൽ കൂട്ടി യോജിപ്പിച്ച് ഭാര്യാഭർത്താക്കന്മാരാക്ക തീർത്ഥങ്ങളെ ശ്രദ്ധിക്കുന്നതാവേ ആവശ്യമില്ല ക്രിയ ജ്ഞാനവും ആയുഷ്കാരോഗ്യം സഹായിക്കണമേ. അകത്ത് വരുമ്പോൾ പുറത്തു പോകുമ്പോൾ അനുഗ്രഹിക്കുവാൻ ദേശമാല തലാക്കാവും സാക്ഷിയുടെ ഉയർച്ചയുടെ പ്രാർത്ഥന വാക്കുപ്രകാരം എല്ലാ നന്മകളായി പ്രാർത്ഥിക്കുന്നതാവേ സ്തോത്രം. ഭർത്താവായി പിതാവായി അനുഗ്രഹിക്കുന്ന ഗുരുവിൽ ധരിച്ചുകൊണ്ട് ദേശത്ത് വളരെ വിശ്വസത ജീവിച്ച് കത്താറ് വളരെ ഒരുക്കപ്പെടുവാൻ ആത്മണവനായ സുരപ്പെടുമ്പോൾ കത്താറ് മടവാക്കിയായി കത്തോട് ചെറുക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്ന ആത്മീയമായി ഭയമില്ലാതെ പിതാവിന്റെ പുത്രന്റെ വിശുദ്ധാവിന്റെ നാമം അനുഗ്രഹിക്കുന്നതാവേ അനുഗ്രഹത്തിൽ സഹായിക്കും. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഇന്നത്തെ വിവാഹ ശുശ്രൂഷയിലൂടെ നിന്റെ കുഞ്ഞുങ്ങളെ കർത്താവ് അവിടുന്ന് ഭാര്യ ഭർത്താക്കന്മാരാക്കി തീർത്തല്ലോ. ഹല്ലേലൂയ. ഒരു പുതിയ കുടുംബത്തെ കൂടെ ഈ ഭൂമിയിൽ അവിടുന്ന് ഒഴിവാക്കിയതിനാൽ സ്തോത്രം സ്തുതിക്കുന്നു. പ്രിയ മകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്നയോളം സൂക്ഷിച്ച കർത്താവേ, അനുഗ്രഹീതമായ ഒരു വിവാഹ ജീവിതം ചെയ്യുവാൻ ദൈവം സഹായിക്കണമേ. ജീവിതത്തിലെ ജ്ഞാനം കൊണ്ട് നടത്തിക്കൊണ്ട് അനുഗ്രഹം കൊണ്ട് നിന്റെ മകളെ നിറയ്ക്കണമേ. ഹല്ലേലൂയ. ഉത്തമ ഭാര്യയായി സാമർത്ഥ്യമുള്ള ഭാര്യയായി കർത്താവേ, നിന്റെ മകൾ ബോധനത്തെല്ലാം അനുഗ്രഹമായി കാലുവെക്കുന്നിടമെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളായി തീരുവാൻ ഇടയാകും. സിയോനിൽ നിന്ന് നിന്റെ മകൾ കാലം അവിടെ ഇറങ്ങി വന്ന് നിന്റെ മകളെ അനുഗ്രഹിക്കണമേ. ആ വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് അനുഗ്രഹങ്ങൾ ഇറങ്ങി വരട്ടെ. നിങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഈ വാഗ്ദത്തം ഈ കുടുംബത്തിന് അനുഗ്രഹത്തിന് ഈ സഭയ്ക്ക് അനുഗ്രഹത്തിന് ആസ്വാദം ചെയ്യാം. ദൈവ മഹത്വാക്കത്തിന് ആസ്വാദം ചെയ്യാം. അവരുടെ ഭാവി ജീവിതം ശോഭനാക്കുന്നതിന് ആസ്വാദം ചെയ്യാം. സ്വതന്ത്ര ദേശവാനുള്ള തലാഖത്തിൻ്റെ ഉയർച്ചയുടെ വാക്കുപ്രകാരം എല്ലാ ഉയർച്ചകളോടും ആസ്വാദം ചെയ്യാം. സ്വതന്ത്രം 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 ഇതോടെ എല്ലാവരും അനുഗ്രഹം കൽപ്പിക്കാനുള്ള വാക്കുപ്രകാരം എല്ലാ അനുഗ്രഹങ്ങളുടെയും ആസ്വാദം ചെയ്യാം. സ്വതന്ത്രം 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 പൂർവ്വപിതാക്കളെ മാതാക്കളെ അനുഗ്രഹിച്ച ദൈവം കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് അവരുടെ ഭാവി ജീവിതം ശോഭനാക്കുന്നതിനായി സ്വാതന്ത്ര്യം ചെയ്യാം. മാതാപിതാക്കളെ അനുഗ്രഹിക്കുന്നതിന് ആസ്വാദനം ചെയ്യാം. സഹോദരങ്ങളെല്ലാം അനുഗ്രഹിക്കുന്നതിന് ആസ്വാദനം ചെയ്യാം. എല്ലാവരും ആത്മമണവാളനായ യേശുക്രിസ്തു മണവാളനായി വെളിപ്പെടുമ്പോൾ ഈ മണവാളനോട് ഈ വധുവന്മാർ മാത്രമല്ല ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാവരും കർത്താവിനോട് അതിന്റെ തീരുവാൻ ദൈവനായ സ്തോത്രം ചെയ്യാം. അതിനായി മാനസാന്തരപ്പെടാത്ത ആരെങ്കിലും മാനസാന്തരപ്പെടാൻ സ്തോത്രം ചെയ്യാം. വിശ്വസിച്ച് ആരോഗ്യത്തിനകത്ത് സാഹചര്യത്തിൽ ഭാവന കഴിക്കളയാൻ സ്തോത്രം ചെയ്യാം.
ഒരുങ്ങി കാത്തിരിപ്പാൻ സഹായിക്കണ സ്തോത്രം ചെയ്യാം. കാത്തിരിക്കുന്ന ശ്രമിച്ചെടുത്ത സ്തോത്രം ചെയ്യാം. യോഗ്യരാക്കണ സ്തോത്രം ചെയ്യാം. സ്തോത്രത്തിനുള്ള ജീവിതത്തിലും കർത്താവിനോടുകൂടി ഇരിക്കണ സ്തോത്രം ചെയ്യാം. ഒരു പോക്കിൽ വരൽ യാത്രയിൽ എല്ലാം കർത്താവോടെ ഇരിക്കണ സ്തോത്രം ചെയ്യാം. ആത്മീയ അനുഗ്രഹമാണ് ഭൗമ്യ നന്മകളാതിരിക്കണ സ്തോത്രം ചെയ്യാം. ദൈവനാമത്തിൽ മഹത്വമാക്കുന്ന സ്തോത്രം ചെയ്യാം. പിതാവാദിനായ സ്വോത്രപുത്രനായ യേശുക്രിസ്തുവിനായ സ്വോത്രപരിശുദ്ധാത്മാവാദിനായ സ്വോത്രം സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ പല സ്ഥലങ്ങളിലായ കാര്യങ്ങൾക്ക് ഒരുമിച്ച് ഈ ആലയത്തിൽ കുഞ്ഞുങ്ങളുടെ ഭാഗത്തോടനുബന്ധിച്ച് കടന്നു വരുവാൻ ദൈവോടൊന്ന് സഹായിച്ചതിനായ സ്തോത്ര യാത്രയിൽ എല്ലാ ദൈവവും സൂക്ഷിച്ചതിന്റെ മക്കളെ കൊണ്ടുവന്നല്ലോ കർത്താവെ. ഈ വിവാഹ ശുശ്രൂഷ നടത്തുവാനായ കർത്താവ് ദൂതന്മാരുമായ ഞങ്ങളുടെ മധ്യയിൽ ഇറങ്ങി വന്ന കർത്താവ് ശുശ്രൂഷ നടത്തിയതിനായി വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഏതൻ പ്രതീക്ഷയില്ലാതാകുമാരെ ഒന്നാക്കി തീർത്തവനായ ദൈവം ഇതുപോലെ കുഞ്ഞുങ്ങളെ ഒന്നാക്കി തീർത്തതിനായ സ്തോത്രം. ദൈവസന്നിധി ചെയ്തായ ഉടമ്പടി പ്രകാരം ജീവിപ്പാൻ ദൈവർക്ക് കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനോട് ചെയ്തായ തീരുമാനത്തിൽ ഉറച്ചു നിൽപ്പാൻ വിശ്വസ്തയോടെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കണമേ. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം ജീവിതം ചെയ്യുവാൻ എന്റേതായ അഭിഷേകവും കൃപയും ദൈവീയമായ ജ്ഞാനവും ശക്തിയും ആരോഗ്യവും കൊടുത്ത് കർത്താവ് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ദൈവത്തിൽ നിന്നുള്ള അനുഗ്രഹം പ്രാപിപ്പാൻ എപ്പോഴും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി കർത്താവിന്റെ പ്രമാണങ്ങളിൽ ഇഷ്ടപ്പെട്ട് ജീവിപ്പാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ദൈവത്തെ ഭയപ്പെട്ട് കർത്താവിന്റെ വഴികളിൽ നടക്കുവാൻ കൃപ കൊടുക്കണമേ. കർത്താവെ ദൈവത്തിന്റെ വചന ശ്രദ്ധയോടെ കേട്ടതിനനുസരിച്ച് ദൈവിക സമാധാനം പ്രാപിച്ച് ഒരു കുടുംബം ജീവിതം ചെയ്യുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരസ്പര വിശ്വാസത്തോടെ പരസ്പര ഐക്യതയോടെ പരസ്പര ബഹുമാനത്തോടെ ജീവിച്ച് കർത്താവിന്റെ സഭകൾക്കും കർത്താവെ മാതാപിതാക്കൾക്കും ദേശത്തിന് അനുഗ്രഹിക്കപ്പെട്ടവരായി ദൈവത്തിന് കൊള്ളാവുന്നവരായി കർത്താവിനെ പ്രസാദിപ്പിക്കുന്നവരായി തീരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്റെ സഭയെ ചേർക്കാൻ വരുമ്പോൾ കർത്താവെ തന്റെ കുഞ്ഞുങ്ങൾ കർത്താവിനോടുകൂടെ കാണപ്പെടുവാൻ തക്കണം ദൈവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്ഥാനത്തിലും ദൈവത്തെ മുൻനിർത്തി ജീവിപ്പാൻ ദൈവകൃപ ധാരാളമായി പകർന്നു കൊടുക്കണമേ. ഒപ്പിരിച്ചെന്റെ വേഗത്തിൽ അറ്റുപോകുകയില്ല എന്നാണല്ലോ കർത്താവിനോടുകൂടെ കുടുംബ ജീവിതം ആരംഭിക്കുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ ഭയപ്പെട്ട അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ ദൈവീയ സമാധാനത്തിൽ സൂക്ഷിക്കപ്പെടുവാൻ ധാരാളം കൃപ കൊടുത്ത് സഹായിക്കണമേ. ഒന്നായ ദൈവമക്കളെ ഉത്തരാദിൽ സഹോദരങ്ങൾ ചാർച്ചക്കാർ സ്വഭാവവിശ്വാസികൾ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. പ്രധാന മണവാട്ടിയായി തീരുവാൻ മാനസാന്തരപ്പെടാത്തവർ മാനസാന്തരപ്പെടുവാൻ ദൈവത്തിന്റെ ആലോചനയായി ജലസ്നാനം സ്വീകരിക്കാത്തവർ ജലസ്നാനം സ്വീകരിച്ച് കർത്താവ് പരിശുദ്ധാത്മാചാരം കർത്താവ് പ്രാപിച്ച് അനുഗ്രഹം കർത്താവിന്റെ വഴികളിൽ നടന്ന് അനുഗ്രഹിക്കപ്പെട്ടവരായ മണവാട്ടിയായി തീരുവാൻ ദൈവം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ എല്ലാം നടത്തുവാൻ അമ്മച്ചിനെ ബലപ്പെടുത്തിയതിനായ സ്തോത്രം ധാരാളം കൃപ കൊടുക്കണമേ. കാന്തനായി വന്നിടുവാൻ കാലങ്ങളെത്ര കാത്തിടേണം. സിയോൻ മണവാളൻ കാന്തനായി വന്നിടുവാൻ കാലങ്ങളെത്ര കാത്തിടേണം. ആ നാളും നാഴികയും ഞാൻ നോക്കി, ആ നാളും നാഴികയും ഞാൻ നോക്കി. പാരം കൊതിച്ചിടുന്ന കണ്ടളി പാലിതിൽ, പാരം കൊതിച്ചിടുന്ന കണ്ടളി പാലിതിൽ ഹായെന്ന് തീർന്നിടുമെന്നാശ, ഹായെന്ന് തീർന്നിടുമെന്നാശ. സിയോൻ മണവാളൻ കാന്തനായി വന്നിടുവാൻ കാലങ്ങളെത്ര കാത്തിടേണം. സിയോൻ മണവാളൻ കാന്തനായി വന്നിടുവാൻ കാലങ്ങളെത്ര കാത്തിടേണം. ആ നാളും നാഴികയും ഞാൻ നോക്കി, ആ നാളും നാഴികയും ഞാൻ നോക്കി. പാപത്തിലാണ്ടിരുന്ന കാലത്തിലെന്തൊരിതം ആകെയും
കാലത്തിലാണ്ടിരുന്ന് കാലത്തിലെന്തുരിതം ആകെയും തീർത്തതാവിൻ കാന്തൻ തന്നാത്മാവാൽ എന്നുള്ളം നിറച്ചോൻ തൻ ആത്മാവാൽ എന്നുള്ളം നിറച്ചോൻ തൻ കൂടെ ചേർത്തിടാമെന്ന ചാരം തന്നെനിക്കൻ തൻ കൂടെ ചേർത്തിടാമെന്ന ചാരം തന്നെനിക്കൻ പങ്കമകറ്റി എന്നെ കാക്കുന്നു പങ്കമകറ്റി എന്നെ കാക്കുന്നു സിയോൻ മണവളരൻ കാന്തനായി വന്നിടുവാൻ കാലങ്ങൾ എത്ര കാത്തിടേണം സിയോൻ മണവളരൻ കാന്തനായി വന്നിടുവാൻ കാലങ്ങൾ എത്ര കാത്തിടേണം ആ നാളും നാഴികയും ഞാൻ നോക്കി ആ നാളും നാഴികയും ഞാൻ നോക്കി പതിനായിരങ്ങളിലും പാവനനായിടുന്നൻ സർവാംഗ സുന്ദരനാം കാന്ത പതിനായിരങ്ങളിലും പാവനനായിടുന്നൻ സർവാംഗ സുന്ദരനാം കാന്ത നിൻ പ്രേമം എനിക്കു തന്നിടേണം നിൻ പ്രേമം എനിക്കു തന്നിടേണം നിത്യവും ചുംബിച്ചിടാൻ തങ്കത്തിരുമുഖത്തെ നിത്യവും ചുംബിച്ചിടാൻ തങ്കത്തിരുമുഖത്തെ ഭാഗ്യമേ